ഫ്ലവേഴ്സിന്റെ തിരുമുറ്റത്ത് തിരുവോണ താര തമ്പുരാനായി മോഹൻലാൽ. തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഫ്ലവേഴ്സിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഇന്ന് ഈ മത്സരവേദിയിലേക്ക് മത്സരാർത്ഥികളായി വരുന്ന രണ്ടുപേരെയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആമുഖം പറഞ്ഞ് ഞാൻ ചളവാക്കുന്നില്ല. വേദിയിലേക്ക് വരികയാണ് സെന്തിൽ കൃഷ്ണ എന്ന സെന്തിലും ബിജുക്കുട്ടൻ എന്ന ബിജുക്കുട്ടനും. ഹായ് സെന്തിൽ. ഓക്കെ അല്ലേ? ബിജുക്കുട്ട പൊളിക്കോ? പൊളിക്കും നമ്മള്. പൊളിച്ചടുക്കണം. ഓണമല്ലേ? അതെ സാറേ. ബിജുക്കുട്ട കുറച്ച് ദിവസമായല്ലോ. ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഇവിടം വിട്ട് എവിടെ പോകാനാ? സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കുക. ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഇവിടെ നമ്മളത് എത്തിരുത്താക്കിയാണ് സാറ്. ഞാൻ വിശ്രമവേളയിലൊക്കെ ബിജുക്കുട്ടന്റെ മകളുമായിട്ടൊക്കെ ഉള്ള ഡാൻസ് പരിപാടി കാണാറുണ്ട്. അത് മകളും ഈ രംഗത്തേക്ക് തന്നെ. അല്ല, ഡാൻസ് ഇപ്പൊ എല്ലാ പിള്ളേരും കളിക്കുമല്ലോ. കൊച്ചു പിള്ളേരൊക്കെ എപ്പോഴും ഡാൻസ് കളിക്കും. പിന്നെ നമ്മളവരോട് നിന്നാ മതി. ഞങ്ങള് തകർക്കുമല്ലേ? ഈ പറഞ്ഞോട്ട് നമ്മളെ ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ചെയ്യണം. മോളിപ്പോ ഡാൻസ് കളിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതെ, ഇത് ഇങ്ങനെ കുട്ടിക്കാലത്തെ നൃത്തകലാഭ്യാസം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. മാത്രമല്ല ഒരു പേരും കിട്ടിയായിരുന്നല്ലോ, ബ്രേക്ക് ബിജു. ആ പേരിപ്പം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു അല്ലേ ബിജു? അല്ല, ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ല. എന്റെ മോളൊക്കെ വന്ന് ചോദിച്ചത് അച്ഛൻ ഇങ്ങനെ ഒരു പേരുണ്ടാന്ന് വെച്ച്. അതെങ്ങനെ മോളെങ്ങനെ അറിഞ്ഞു? അത് മോളുടെ കൂട്ടുകാരികളൊക്കെ, കൂട്ടുകാരുടെ അച്ഛനൊക്കെ മിക്കവാറും എന്റെ കൂടെ പഠിച്ചായിരിക്കുള്ളൂ, അമ്മയൊക്കെ. അപ്പൊ അവര് പറഞ്ഞു കൊടുത്താണത് അച്ഛൻ ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലൊന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കറക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ബ്രേക്ക് ബിജു അല്ലേ? പേര് കൊള്ളാം. സെന്തിൽ അങ്ങനെ വല്ല നല്ല പേര് വല്ലതും ഉണ്ടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല സാറേ. എന്താണ് മോശം പോലെ? അതെന്തോ അങ്ങനെ ശരിക്കും സെന്തിലിന്റെ വീട് മലയങ്കിഴാണോ? അല്ല, ട്രിവാൻഡ്രത്ത് പള്ളിച്ചൽ എന്ന് പറയുന്നത്. പള്ളിച്ചൽ പുന്നമൂട്. സെന്തിൽ ശരിക്കും KSRTC കണ്ടക്ടറായിരുന്നു. കണ്ടക്ടറാണ്. ഈ മിമിക്രി എപ്പോഴും ഇല്ലല്ലോ, സീസണിൽ മാത്രമല്ലേ ഉള്ളൂ. പണി വേണം, എന്തെങ്കിലും പണിയാവും, അല്ലെങ്കിൽ പണിയാവും. അതുകൊണ്ട് ഞാൻ PSC പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പഠിച്ചു തുടങ്ങിയപ്പോ ലിസ്റ്റിൽ വന്നു. അങ്ങനെ ലിസ്റ്റിൽ വന്ന് ആദ്യം കിട്ടിയത് കണ്ടക്ടറായിരുന്നു. പിന്നെ പോലീസ്, ഫയർഫോഴ്സ്, അങ്ങനെ കുറെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു പോലീസിലൊക്കെ പോയി കഴിഞ്ഞാൽ 9 മാസം ട്രെയിനിങ് കൊണ്ട് കഷ്ടപ്പെടും, ഈ സീരിയലും കോമഡി ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കണ്ടക്ടർ എടുത്തു, അതാകുമ്പോൾ ലീവ് എടുക്കാം. അപ്പോ ഞാൻ ഈ ജോലിക്കൊക്കെ കയറുന്നതിന് മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ബസ് ഉണ്ടായിരുന്നു, ഞാൻ സ്ഥിരം പോകുന്ന മരുതൻകുഴി റൂട്ടാണ് ആ ബസ്. അത് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോകും. അപ്പോ അങ്ങനെ ആ ബസ്സിൽ ഞങ്ങൾ കുറച്ച് ടീം ഉണ്ടായിരുന്നു. ഭയങ്കര അലമ്പായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ആ ബസ്സിലെ കണ്ടക്ടർക്ക് ഭയങ്കര ശല്യമായിരുന്നു. ഞങ്ങൾ കയറി ഒരുമിച്ച് കയറുന്നു, തിരിച്ചു വരുമ്പോഴും അതേ ബസ്സിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് കോളേജ് കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് കയറി. എനിക്ക് ആദ്യത്തെ സർവീസ് കിട്ടുന്നത് ഇതേ ബസ്സിലാണ്, മരുതൻകുഴി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്നത്തെ കണ്ടക്ടർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട്. പിന്നെ മനസ്സിലായല്ലേ? എനിക്കൊന്ന് നല്ല സംഭവം അല്ലേ ബിജുക്കുട്ടൻ? എനിക്കൊന്ന് ഒരുപാട് വേദികളിൽ ഈ ഏതൊക്കെയെങ്കിലും പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ പാട്ടുണ്ടെങ്കിൽ അവിടെ പോയി കൃത്യം ഡാൻസ് ചെയ്യിക്കും. നല്ല ഋതുള്ള പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു എനർജിയാണ്. കാരണം ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല, പക്ഷെ ആടിപ്പോകും നമ്മള്. അപ്പൊ അങ്ങനെ ഡാൻസ് കളിച്ചാണ് ഈ പേര് വന്നു വീണത്. അപ്പൊ അന്നൊക്കെ ബ്രേക്ക് ബിജു. അതെ അതെ, എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഓഡിയൻസ് നടുവിൽ ഉണ്ടാവും നമ്മൾ. ആർക്കും ശല്യമൊന്നുമില്ല കേട്ടാ. ഓരോരുത്തർ മാറിയൊക്കെ എന്നിട്ട് നമ്മുടെ കൂട്ടുകാരന്മാര് ഒന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് നിർത്തുവര്, ഇടികൊള്ളാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളവിടെ നിന്ന് കളിക്കുവാനാ. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഈ CAC എന്ന് പറഞ്ഞൊരു ഗാനമേള ട്രൂപ്പിനാണ് എപ്പോഴും അവിടെ ഞങ്ങളുടെ പരിസരത്ത് കളിയുള്ളത്. അപ്പൊ 3-4 തവണ ഇങ്ങനെ ഒരുത്തം നിന്ന് ഡാൻസ് കളിക്കുന്നത്, എല്ലാ പരിപാടിക്കും ഞാൻ നിന്ന് ഡാൻസ് കളിക്കണ. അപ്പൊ അതിന്റെ മാനേജർ ഒരു അച്ഛനാണത്. അച്ഛൻ എന്നെ കണ്ടപ്പോ സിമ്പതി തോന്നിട്ട് അച്ഛൻ പറഞ്ഞു, ആ പയ്യൻ ഞങ്ങളുടെ പരിപാടിക്ക് എപ്പോഴും ഒന്ന് ഡാൻസ് കളിക്കും, അവൻ ഇന്നൊരു വേദി കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഒരു തബലയൊക്കെ അടിക്കുന്ന തബലയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് ഇവിടുന്ന് ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞു. രണ്ടൂന്ന് പാട്ടിന് നില നിന്ന് ഡാൻസ് കളിച്ചാൻ. ഇത് ഒട്ടും പഠിക്കാതെയാണ് ഇറങ്ങിയത്. അന്ന് എന്റെ വീടിന്റെ അടുത്ത് തൊട്ട് അടുത്ത് തന്നെ പഠിപ്പിക്കണുണ്ട് ബ്രേക്ക് ഡാൻസ്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു 150 രൂപയൊക്കെ കൊടുക്കണമെന്ന് തോന്നണം അവിടെ ആഴ്ചയില്. അപ്പൊ അവിടുത്തെ ആശാനെ ഞാനിങ്ങനെ സോപ്പിട്ട് നിർത്തുമായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് പൈസ ഒന്നുമില്ല, അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അപ്പൊ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു അത് ശരിയാവില്ല, കാരണം മറ്റുള്ള പിള്ളേരൊക്കെ നമുക്ക് ഫീസ് തന്നിട്ടാണ് പഠിക്കണത്, അപ്പൊ തന്നെ മാത്രം കയറ്റുമ്പോ അതൊരു അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കരുന്ന്. അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഈ പുള്ളി ബസ് കത്തിക്കണ് ആശാൻ. അപ്പൊ ഞാനില്ല, ട്രൂപ്പിലില്ല, അല്ല പഠിക്കാൻ ഞാനില്ല. അപ്പൊ എൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആശാനെ എവിടെ പോണ്? ഞാൻ വീട്ടിൽ പോണു, ഞാൻ കൊണ്ടൊന്നും ആക്കാം, ബസ് ഇപ്പൊ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അറിയാം അങ്ങനെ എന്റെ സൈക്കിളിന്റെ പുറകെ കയറിയിരുന്നു.
കയറി ഇരുന്നപ്പോ ഞാൻ എന്റെ അമ്മയുടെ വീടിന്റെ വഴി കൂടിയാണ് പോണത്. അപ്പൊ അമ്മാമ്മക്ക് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്, ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായക്ക് കടി ചായയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ആശാനെ എന്റെ അമ്മയുടെ വീട് വിടണം, അമ്മാമ്മ മാത്രമേ ഉള്ളൂ, ഒന്ന് കയറിയിട്ട് പോവാ, ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ. അപ്പൊ പുള്ളി എന്റെ സൈക്കിളിന് പറയലാണല്ലോ, ഞാൻ കയറിയാലും പുള്ളി ഇരിക്കണം. കയറി വീട്ടിൽ ചെന്നപ്പോ അമ്മാമ്മക്ക് ചായയൊക്കെ തരുമ്പോ പുള്ളിക്കാരൻ നമ്മളൊരു സിമ്പതി വരുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കയറി ചെന്നപ്പോ അമ്മമ്മ നീ എപ്പോ ഒന്ന്, ഞാൻ പറഞ്ഞു ഇപ്പൊ വന്നുള്ളൂ. ഇതാരാണത്? ഇതെന്റെ കൂട്ടുകാരൻ ബ്രേക്ക് ഡാൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമ്മ നേരെ അകത്തേക്ക് പോയിക്കൊണ്ടും എന്തോ വിഷമം, ഇത് പറഞ്ഞോളൂ എന്തോ വിഷമം പോയി അമ്മാമ്മക്ക്. അവിടെ പോയി ഇങ്ങനെ വിളക്ക് കത്തിച്ച് കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു 150 രൂപ എടുത്തിട്ട് പുള്ള കൈ കൊണ്ട് കൊടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് അമ്മാമ്മേ? അല്ല മോനല്ലേ പറഞ്ഞത് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. ബ്രേക്ക് ഡാൻസർ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മാമ്മ അപ്പൊ ഞാൻ പുള്ളിക്കാരന്റെ അടുത്തെന്ന് പറഞ്ഞ്, അമ്മാമ്മ എന്റെ ദക്ഷിണ ഉണ്ടാ തന്നത്, എന്നെ പഠിപ്പിച്ചെന്നു പറഞ്ഞു. പുള്ളിക്കാരൻ 150 രൂപ ആദ്യമായിട്ട് കണ്ടാണെന്നോണം അവിടെ വെച്ച് 2-3 സ്റ്റെപ്പ് കാണിച്ചെന്ന്. ആ 150 രൂപ കളിയാണ് ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നത്. അത് വിട്ടുപിടിച്ചിട്ടില്ല. പിന്നെ എവിടെ പാട്ട് പാടാൻ കയറി കുഴപ്പമായി എന്ന് പറഞ്ഞു. അതെല്ലായിടത്തും അങ്ങനെ എവിടെയാണ് സാർ അത്? അല്ല സാറേ, അതെന്താ പറയുമ്പോ എനിക്ക് പാട്ടുപാടാൻ തന്നെ അറിയില്ല. അപ്പൊ നമ്മുടെ അടുത്തൊരു ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടന്റെ എല്ലാ വള്ളിയും പിടിക്കും. കുറച്ച് ഈ പ്രശ്നം വെക്കലൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പൊ പുള്ളി പറഞ്ഞ് ഒരു രാജയോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ അന്ന് സാധാരണ മിമിക്രിയെ കളിക്കണം. അപ്പൊ സിനിമയൊക്കെയാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം. സിനിമയൊന്നുമല്ല, വേറൊരു രാജയോഗം വരാനുണ്ട്. അപ്പൊ പുള്ളി എന്നെ കുറിച്ച് വേറെ എന്തൊരു ബിസിനസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ എന്താണ് ചേട്ടാ അത്? ഒരു ഭക്തിഗാനം അങ്ങോട്ട് ഇറക്ക്, മണിച്ചേട്ടനെ പോലെ കത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. ഇപ്പൊ 41 ദിവസം മറ്റേ നൊയമ്പുണ്ടല്ലോ നമ്മുടെ മണ്ഡലകാലം, ഈ സമയത്ത് ഇറക്കി കഴിഞ്ഞാല് ഒരു പാട്ട് വെച്ച് പാടിയാൽ മതി, ബാക്കി ഞാൻ പാടിക്കോളാം പത്തനത്തില്. അത് ഞാൻ പറഞ്ഞു എനിക്ക് സാറേ എനിക്ക് പാടാനറിയില്ല, പദ്യം ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പദ്യം ചൊല്ലാൻ അറിയാം, വാ. എന്നെ സ്റ്റുഡിയോ കയറ്റിക്കൊണ്ട് പോയി എന്താണ്ടും ഒക്കെ പാടിപ്പിച്ച്. അവസാനം എനിക്ക് തോന്നി ഇത് റെഡിയല്ലെന്ന് തോന്നി. പുള്ളിക്കാരൻ CD ഇറക്കി, ഡിസ്കായിരുന്നു 50 ഡിസ്ക് ഇറക്കി. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞ് ഡിസ്ക് ഇറക്കിയിട്ടുണ്ട്, ഒരു കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് 50 എണ്ണം, നാളെ രാവിലെ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ, കാരണം സെയിൽ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ഈ ഒരു CD എന്റെ അമ്പലത്തിൽ കൊണ്ട് ഇട്ടിട്ട് വേണം നമുക്ക് ദേവിനെ ആദ്യം കേൾപ്പിക്കണം, എന്നിട്ട് സെയിൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ 5 മണിക്ക് എൻ്റെ ഇപ്പൊ പാട്ട് വെച്ചിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പാട്ട് തീർന്ന് ഞാൻ കിടന്നുറങ്ങി. ഒരു 8:30 ആയപ്പോ പുള്ളിക്കാരൻ എന്റെ വീട്ടിൽ വന്നൊക്കെയാണ്. പുള്ളി മാസ്റ്റർ ബിജുക്കുട്ടൻ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഉറങ്ങേന്ന് പറഞ്ഞു, ഒന്ന് വിളിക്കെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന് പറഞ്ഞ് ഒരു 350 രൂപ ഉണ്ടാവുമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ്? കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി താമസിക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണത്, എന്ത് പറ്റി? അല്ല വേറൊന്നുമില്ല, നമ്മള് പാട്ട് കൊണ്ടുവന്ന് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് കൊടുത്ത്, ഇന്ന് വെളുപ്പിന് തന്നെ ശാന്തി ആ പാട്ടിട്ട് അവിടുത്തെ ദേവിയുടെ സാന്നിധ്യം പോയിന്ന്. അങ്ങനെ പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞു. പാട്ട് വന്നോളെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി എഴുന്നള്ളിച്ചു കൊണ്ടുവരണം, പിന്നെ ശുദ്ധികലശം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും പോകണ ഒരു 150 രൂപ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പോയി. അങ്ങനെയാണ് ആദ്യത്തെ കാസറ്റ്. എന്നിട്ട് ഞാൻ ഈ കാസറ്റ് കടയിൽ ചെന്ന് ഞാൻ, ചേട്ടാ ഇന്നലെ കൊണ്ടുവന്ന CD വേണോ? ബിജുക്കുട്ടൻ ചെയ്ത പാട്ടല്ലേ അത്? അതെ. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഇന്നിപ്പോ ആരോ വന്ന് വാങ്ങിച്ചു, ബാക്കി 41 എണ്ണം ഇങ്ങനെ തന്നാക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു പോകുന്നത് 49 എണ്ണം ഞാൻ വാങ്ങിച്ചു. അറിയാതെ പോലും ആ പാട്ടൊന്നും ഇവിടെ പാടിയേക്കല്ലേ? എന്റെ പൊന്നേ ഓർമ്മിപ്പിക്കില്ലേ. അല്ല എന്നാലും ആ ഒരു ഒറ്റ CD ഇനിയിപ്പോ എവിടെയായിരിക്കും? അതാണ് അത് തപ്പിയാണത്. ഈ ബിജുക്കുട്ടൻ ഈ അടികപ്പിയാരെ കൂട്ടമണി അതിലൊരു പാട്ട് പാടിയല്ലോ, ഒരു ക്രിസ്ത്യ ഭക്തി ഗാനം. എന്താ പഠിക്കുന്നത്? കരോൾ ഗാനം. അത് ശരിക്കും ഞങ്ങള് എന്താണ് ചെറുപ്പത്തിലേക്ക് കരോൾ കൊണ്ട് പോകുമ്പോ പാടിയിരുന്ന ഒരു പാട്ടാണ്. ചെറുപ്പത്തിൽ നിന്നല്ല, നമ്മുടെ ദിലീപേട്ടന്റെ പടത്തിലാണത്. ഈ അടികപ്പിയാരെ കൂട്ടമണി ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ കോളേജിന്റെ സ്റ്റുഡന്റ് ഇതിലാണ്, ഞങ്ങളുടെ ഇതാണ് അവിടെ പെൻസ് ഹോസ്റ്റൽ അവിടെ LMS ഹോസ്റ്റൽ. അപ്പൊ എനിക്ക് അവിടെ ഓർമ്മയുണ്ട്, നിങ്ങൾ പടം കണ്ടപ്പോ എനിക്ക് നമ്മുടെ നൊസ്റ്റാൾജി ഭയങ്കര ഞങ്ങളുടെ കോളേജിലെ പിള്ളേരുടെ കൂടെ ഒക്കെ താമസിക്കുന്നത്. നല്ല പിള്ളേരാണ് അവിടുത്തെ. പാട്ട് കരോൾ ഗാനം അത് പാടാനാ? അല്ലല്ല, അത് അതിന്റെ പുരാണം പറയൂ, അത് കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കും. നമ്മൾ സാധാരണ ഈ കരോളിനൊക്കെ പോകുമ്പോ നമ്മള് പാട്ട് അപ്പൊ തന്നെ എഴുതുകയാണല്ലോ, അങ്ങനെ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. അപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ സോങ് എടുക്കാൻ വേണ്ടി നമ്മുടെ വാർക്കട മുകളിലെല്ലാം സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോഴേക്കും മഴ പെയ്യും. അപ്പൊ ഒരു ദിവസം ബിജുബാബു ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോ ആ സോങ് വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ലെങ്ത് ഉണ്ട് പടത്തിന്, ഇനി കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ അജുറീസിനോട് ചുമ്മാ പറഞ്ഞു പടത്തിൽ പാട്ടില്ലെങ്കിൽ ഈ ഒരു പാട്ട് വെറുതെ പാടട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പാടി കേൾപ്പിച്ചപ്പോ അജുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അജു പറഞ്ഞ് വിജയബാബു ചേട്ടനോട് പറഞ്ഞ് ബിജു ചേട്ടൻ ഒരു പാട്ട് പാടാനുണ്ട്, അത് എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പൊ വിജയബാബു ചേട്ടൻ ഞാനത് പാടി കേൾപ്പിച്ച്. അപ്പൊ ബാബു ചേട്ടൻ പറഞ്ഞ് യേശു ഒക്കെ ഉണ്ട് അതിനകത്ത്, അതൊരു പ്രശ്നമാവോ? ഒരു കാര്യം ചെയ്യും, നമുക്ക് ഷൂട്ട് ചെയ്യാം, പറ്റിയാ ഇടാം, നമുക്കൊരു നോക്കിയിട്ട് സജഷനിൽ വെക്കാന്ന് പറഞ്ഞ്. അപ്പൊ ഞാനിത് പാടിയപ്പോ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം യേശു ഒക്കെ ഉണ്ടെങ്കിലും യേശുവിനൊന്നും വൃത്തികേടായിട്ടൊന്നും പറയണമൊന്നുമില്ല,
യേശുവിന്റെ ഒരു ഫാനാണ് ഈ പുള്ളിക്കാരൻ. അപ്പൊ പുള്ളി രണ്ടെണ്ണം അടിച്ചപ്പോ പാടിയാണ് പറഞ്ഞത്. അത് പിന്നെ മൈക്കോടുണ്ട്. നീ ചിരിച്ചാൽ അന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച. നീ ചിരിച്ചാൽ അന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച. 30 വെള്ളിക്കാശിനി ഈശോനെ ഒറ്റിക്കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നോളും. ഈശോ വെറും പാപമാ, ജൂദാസ് ഭയങ്കര സാധന, എന്തുമാത്രം വേദന എൻ്റെ യേശു സഹിച്ചു. ഓമനപ്പുഴ കടപ്പുറത്തെൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ സിനിമ കണ്ടപ്പോ എന്നോട് പറഞ്ഞ് അത് ഭയങ്കര രസമായിട്ടുണ്ട്, അതിനൊക്കെ ഭയങ്കര ചിരിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പോഴും അത് തന്നെയാണ് ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ റീലിലൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇനി ഒന്നുകൂടെ ഓടും, ഇത് ഒരിക്കൽ കൂടെ വൈറലാകാൻ പോയത്. ഓക്കെ, ഈ സെന്തിലതിന്റെ ഇടയ്ക്ക് ഈ US പെറ്റ് ഷോ കാണാൻ പോയോ? അത് പെറ്റ് ഷോ കാണാൻ പോയതല്ല, ഞങ്ങള് US ഷോയ്ക്ക് പോയതാ. ആരുടെ കൂടെ പോയി? അന്ന് പോയത് MG ശ്രീകുമാരേട്ടൻ അവരുടെ ടീമായിരുന്നു. അപ്പോ അന്ന് പോയ സമയത്ത് ഞങ്ങളുടെ ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു മദാമയുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പെറ്റ് ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് മാജിക്കും പെറ്റ് ഷോയും കുറെ പഞ്ചവർണ്ണ തത്ത പോലത്തെ കുറെ വെറൈറ്റി തത്തകളുടെ വെച്ചിട്ട് അതിനിങ്ങനെ സംസാരിപ്പിക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ. അപ്പൊ ഞങ്ങൾ വന്ന സ്പോൺസർ ഞങ്ങളോട് പറഞ്ഞു ഉഗ്രൻ പെറ്റ് ഷോ ആണ്, അമ്മച്ചി ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഹൈപ്പൊക്കെ തന്നു. അങ്ങനെ ആദ്യമായിട്ട് കാണാൻ വേണ്ടിയിരിക്കുക, തത്ത ഇങ്ങനെ കുറേ തത്തകളുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കുക ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കുറേ കൂട്ടിൽ കുറേ തത്തകളുണ്ട്. അപ്പോൾ അവർ ആദ്യം ഒരു തത്ത എടുത്തിട്ട് ദിസ് ഈസ് ഫ്രാൻസിസ്, ഹായ് ഫ്രാൻസിസ്, സേ ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തത്ത ഇങ്ങനെ നോക്കിയിട്ട് പേടിച്ചിരിക്കുക, ഒന്നും പറയുന്നില്ല. സേ ഹായ്, തത്ത ഒന്നും പറയുന്നില്ല. അപ്പോൾ അവർക്കൊരു ചമ്മലായി. അപ്പോൾ അത് പേടിച്ചിട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ ആ തത്ത എടുത്ത് കൂട്ടിലാക്കിയിട്ട് അടുത്ത് വേറെ എണ്ണത്തിനെടുത്തു. അതിനെടുത്തിട്ട് ദിസ് ഈസ് വില്യംസ്, ഹായ് വില്യംസ്, സേ ഹായ്. തത്ത മിണ്ടുന്നില്ല. വില്യംസ്, സേ ഹായ്. അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പൊ ഇത് മിണ്ടുന്നില്ല. ഈ തത്തയെ വീണ്ടും വേറെ ഒരു തത്ത എടുത്തു, അതും സംസാരിക്കുന്നില്ല. പരിപാടി ചീറ്റി പോവാറായി. ആ അമ്മുമ്മ അവസാനം ചെറിയ മാജിക് ഒക്കെ കാണിച്ചിട്ട് അതങ്ങനെ വൈൻഡപ്പ് ചെയ്ത് പതിയെ ഇതെല്ലാം ഇതിനെല്ലാം കൂട്ടിലാക്കി പതിയെ അവിടെ നിന്ന്. അപ്പൊ ഞാൻ സ്പോൺസർ എങ്ങനെ നോക്കി, ഇതാണല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടുവന്നു. ഇവര് നേരെ സ്റ്റേജിന്റെ പുറകിൽ വന്നു, എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് ഈ കിളികളെല്ലാം കൂട്ടിലാക്കുക. അപ്പൊ അതുവഴി നടന്നു പോയ ആരോ അപ്പുറത്തുനിന്ന് വേറൊരാളോട് ഹായ് ജോസഫ് എന്നെന്തോ പറഞ്ഞു. ഇത് കേട്ട തത്ത ഹായ് ഹായ് ഹായ്. അപ്പോഴത്തേക്കും വേറെ തത്ത ഹായ് ഹായ് ഹായ്. അങ്ങനെ മൊത്തം ഹായ് ആയി. അമ്മച്ചി പ്രാന്തെടുത്തിട്ട് എല്ലാം കൂടെ എന്തൊക്കെ പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട്. ആവശ്യ സമയത്ത് പറഞ്ഞില്ല, ആവശ്യമുള്ള സമയത്ത് പറഞ്ഞില്ല. എനിക്കൊന്ന് സുരാജ് വെഞ്ഞാറമൂടിനെ ആദ്യമായിട്ട് ശബ്ദത്തിൽ അനുകരിച്ച സെന്തിലാന്ന് തോന്നുന്നു അല്ലേ? അതെ, ആ ശബ്ദം നമുക്കൊന്ന് കേട്ടാലോ അല്ലേ? പിന്നെ അങ്ങനെ സുരാജിനെ അങ്ങനെ കൂടുതൽ ആളുകൾ അനുകരിക്കുന്നത് കേട്ടിട്ടില്ല. സുരാജ് ആളുകൾ അനുകരിക്കുന്നല്ല അത് തന്നെയല്ല സാറേ, ശബ്ദം മാത്രമല്ല നമ്മുടെ ബോഡി ലാംഗ്വേജും മൊത്തം നടപ്പ്, കൈ വെക്കണ പോലും കറക്റ്റ്. അന്ന് ഞാൻ സുരാജേട്ടന്റെ അനിയനായിട്ട് നമ്മുടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സീരിയലിൽ അത് ഞാൻ ഈ ശബ്ദം അനുകരിച്ചതിന് ശേഷമാണ് അതിനകത്ത് എനിക്ക് വിളി വന്നത്. അപ്പോൾ ഞാന് ഈ സുരാജേട്ടൻ സ്റ്റേജിൽ അനുകരിക്കുന്ന വെച്ചാൽ അദ്ദേഹം ഈ കുടിയന്റെ സ്കിറ്റ് കളിക്കും. സുരാജ് സിനിമയിലേക്ക് വന്നു തുടങ്ങി അല്ലേ? സുരാജേട്ടൻ അല്ല സ്റ്റേജിൽ അല്ല ചെറുതായിട്ടൊക്കെ അല്ല സീരിയലിൽ ചെയ്യായിരുന്നു. ആ സീരിയലിൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ അനുകരിക്കുന്നത്. ഞാൻ എന്റെ രഹസ്യം പറയാം. ഇതുവരെ സെന്തിലിന് അറിയാത്തതും സുരാജിന് അറിയാത്തോട്ട് രഹസ്യം. എങ്ങാണ് സുരാജ് സ്ഥലം വിട്ടാലേ സെന്തിലിനെ അങ്ങ് കയറ്റുക. അതായിരുന്നു അതിന്റെ സ്ട്രാറ്റജി. ഓരോന്നിനും ഓരോ പരിപാടിക്ക് ഓരോ സ്ട്രാറ്റജി. സാറിന്റെ ബുദ്ധിയായിരുന്നല്ലേ? അപ്പൊ അല്ല നമ്മളിപ്പോ ബിജുക്കുട്ടൻ വന്ന് നിൽക്കുമ്പോ തന്നെ ടിനി ടോമും കൂടെ കാണും. അതാണ് ബിജുക്കുട്ടൻ മുങ്ങിയാൽ ടിനി വേണ്ടേ? അതാണ് സുരാജേട്ടൻ രാജമാണിക്യത്തിലേക്ക് എങ്ങാണ്ട് പോയപ്പം മിമിക്രി കളിച്ചോണ്ടിരുന്ന എന്നെ നേരെ സീരിയലിലേക്ക് വിളി വന്നത്. അന്ന് KV ശശികുമാർ സാറാ വിളിച്ചു. ഈ കടയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന വലിയ പാടല്ലേ ബിജുക്കുട്ടൻ അല്ലേ? അല്ല സാറ് എവിടെ ചാനലിലുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. ടിനി ടോമും ഞാൻ ഉണ്ടപ്പകറും 5 സ്റ്റാർ തട്ടുകട കുറെ ഒരുപാട് ചാനലിലുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് എല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. ഇപ്പൊ ഇവിടെ കോമഡി ഉത്സവം വരെ. നല്ല കാര്യം. അപ്പൊ അന്ന് സുരാജേട്ടൻ സ്റ്റേജിൽ കുടിയൻ അവതരിപ്പിക്കുമായിരുന്നു. ആ ടയറിന്റെ ഇടയിൽ ഇങ്ങനെ കയറി തല ലോക്കാവുന്ന. അപ്പൊ അതിന്റെ ഒരു ശബ്ദം അത് നോക്കാം. അങ്ങനെയൊന്നും അല്ലടാ ഇത്. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. നീ എങ്ങനെയാണ് ഇതിനകത്തോട്ട് കയറിയെന്നടാ. എന്താ ശിവനെ, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ ഇത്. എനിക്ക് ഊരണ്ടേ.
അടിപൊളി അടിപൊളി. ഇതായിരുന്നു അന്ന്. പക്ഷെ ഇത് കഴിഞ്ഞ് പിന്നെ പുള്ളി വേറെ ഇതിലായി അല്ലേ? പുള്ളി വേറെ ഇപ്പോഴത്തെ പുതിയ മിമിക്രിക്കാര് സുരാജേട്ടന്റെ ഇപ്പോഴത്തെ വോയിസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും. കുട്ടേട്ടാ, യെസ് ബോസ്. നമസ്കാരം സെന്തിൽ. നമസ്കാരം നമസ്കാരം. ബിജുക്കുട്ടൻ. നമസ്കാരം. ബിജുക്കുട്ടനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി താങ്കൾ സ്ഥിരമായി പ്രേമലേഖനം എഴുതാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരിയാണ് ശരിയാണ്. അല്ലാതെ ഞാൻ എല്ലാ സിനിമകളും കാണും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും. എല്ലാ അന്ന് ജറാമേട്ടൻ മുകേഷ് ചേട്ടൻ്റെ ഒക്കെ കുറെ കോമഡി സിനിമകളുണ്ടല്ലോ, അതൊക്കെ പോയി കാണും. അപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് എഴുതി കൊടുക്കുമ്പോ അങ്ങനെ ഒരു ഗ്രാഹ്യായിപ്പോയി. ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണ് പെട്ടെന്ന് പ്രേമിക്കും എന്നൊക്കെ ഒരു ഇത് വന്ന അവിടെ സ്കൂളിൽ വന്ന് പുതിയൊരു ധാരണ വന്നു. അപ്പൊ അങ്ങനെ ഞാൻ പലരോട് രാശി ബിജുക്കുട്ടൻ രാജി ഉണ്ടായിട്ടുമില്ല. ഇല്ല എന്നെ ആരും പ്രേമിക്കൂല. അപ്പൊ ഞാൻ പ്രേമത്തിന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതിന് പകരം എനിക്ക് കിട്ടണത് ഈ സാഹിത്യം നമ്മുടെ ആണോ അതിനകത്ത്? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് അന്ന് 2 പൊറോട്ടയും സാമ്പാറും കിട്ടും. അപ്പൊ നമുക്ക് ഒരു പ്രേമലേഖത്തിന്. അപ്പൊ ഒരുത്തൻ ഒരു ദിവസം വന്ന് പറഞ്ഞ് ബിജു എനിക്കൊരെണ്ണം വേണം. അപ്പൊ എന്റെ തൊട്ടടുത്തിരിക്കണാണ് അവൻ 8ാം ക്ലാസ്സിൽ. അപ്പൊ ഞാൻ പറഞ്ഞ് എഴുതി തരാം, പക്ഷെ എനിക്ക് പൊറോട്ടയും സാമ്പാറും അത് ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അതിന്റെ പിറ്റേ ദിവസം ഞാൻ എന്താണ് ഇൻ ഹരിഹർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പേപ്പറും പേന എടുത്തു. അവന്റെ പേനയും വേണം പേപ്പറും വേണം. എടുത്തിട്ട് പേരെന്താണ്? അപ്പൊ പേര് പറഞ്ഞു പ്രിയ. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഞെട്ടിയവൻ. അവൻ സിനിമ ഒന്നും കാണൂല, വീട്ടിൽ പഠിത്തവും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് വായിച്ചപ്പോ എന്റെ ബിജുക്കുട്ടി ഇത് കൊള്ളാലേ, അത് ഉണ്ടല്ലേ എന്റെ ഇത് കളയല്ലേ, നീ കളയല്ലേ. അടുത്തെന്താണ്? അടുത്ത് വരിയോടാ തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റൂല. നമ്മള് ആലോചിച്ചെടുക്കുന്നു. ഒന്നിച്ചെടുത്ത് കരലിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. അങ്ങനെയുണ്ട്. ഒയ്യോ എന്റെ ദൈവം ഇത് വീണത് തന്നെ. എന്നിട്ട് അവസാനം വെറുതെ. പിന്നെ എനിക്കറിയാൻ പാടില്ല. ഞാൻ കുറെ കുത്തം കിട്ടും വെച്ച്. അതെന്താണത്? സസ്പെൻസ്. അടുത്ത മറുപടിയിൽ വരും. അപ്പൊ അവൻ പറഞ്ഞ് മടക്കിയൊക്കെ കൊടുത്ത് പറഞ്ഞ ബിജു എനിക്കൊരു ഉപകാരം ചെയ്യണം, ബിജു ഒന്ന് കൊണ്ടേ കൊടുക്കണം, എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറയാടാ അത് അങ്ങനെയാണ്, ഞാൻ കൊണ്ടേ കൊടുക്കൂല, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ല ബിജു ഒന്ന് കൊണ്ടേ കൊടുക്കുക, എന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ് സാമ്പാറിന് പകരം ബീഫ് വാങ്ങിക്കാന്ന് പറഞ്ഞ്. അന്ന് കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ആ പെണ്ണ് ഇന്റർവെല്ലിന് പോണ സമയത്ത് കൊണ്ടേ കൊടുത്തു. ആ പെണ്ണ് കൊണ്ടേ കൊടുത്തു. അത് വാങ്ങിച്ച് പോയി. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് മറുപടി തന്നപ്പോൾ ഞാനൊന്ന് വായിച്ചു നോക്കി. എനിക്ക് കവിത ഒന്നും അറിയാൻ പാടില്ല, ഉള്ള സത്യം ഞാൻ തുറന്നു പറയാ, ബിജുക്കുട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ചക്കിന് വെച്ചത് കൊക്കിനുണ്ട്. എന്നെ കുറിച്ചാണോ അല്ലേ? എന്നെ കുറിച്ചാണോ? എന്നിട്ട് ആ ബീഫും പൊറോട്ടയും അവന് വാങ്ങിച്ചു കൊടുത്തോ? ഇല്ല, ബീഫും പൊറോട്ടയും ഇത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കാരണം അത് പോയി തിന്നു കഴിഞ്ഞിട്ട് ഇവര് പറയണോലെ ഇത്. ഞാൻ പറഞ്ഞു ശരിയാവൂല, അത് മോശം, അത് ഞാൻ അതിന്റെ വീടൊക്കെ ഭയങ്കര മോശോടാ എന്നൊക്കെ പറഞ്ഞ ഞാൻ ഒഴിവാക്കി. ഞാൻ കയറി. അല്ല നമുക്ക് കിട്ടാത്തൊരു സംഭവം. തീർച്ചയായിട്ടും സെന്തിലിന് ഒരു പട്ടി ഉണ്ടെന്നാണ് എന്റെ തിരിച്ചറിവ്. എന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. വീട്ടിലുണ്ട്. ആ പട്ടിയും വിട്ടില്ല അല്ലേ? ആ പട്ടിയുടെ മാനറിസം ഒക്കെ സ്റ്റേജിൽ അവതരിപ്പിച്ചു അല്ലേ? പട്ടിയുടെ അത് പണ്ട് അതിന് മുന്നേ രാമു എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ. അവൻ ഒരു ദിവസം മതിലാടി പട്ടിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അതെ, എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് മിമിക്രി ഒക്കെ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി കേട്ടോ സാറേ. അതിന്റെ ഇടയ്ക്ക് എന്തോ ബിജുക്കുട്ടനെ നോക്കിയത്? അല്ല ഞാൻ നോക്കുമെന്ന് കരുതി നോക്കില്ല. അത് പർപ്പസ്ഫുൾ ആയിട്ട് എന്നുവെച്ചാൽ ഒരു ത്വര വന്നിട്ടും അത് നിയന്ത്രിച്ച് നിർത്തി. അങ്ങനെ രാത്രി ഉത്സവ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ടീമായിട്ട് വരും, വീടിനടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ. വരുമ്പോ സമയത്ത് ചില വീടുകളുടെ ഗേറ്റിന്റെ ഇടയിൽ നിന്ന് ചില മൂക്ക് മാത്രം ഇങ്ങനെ കാണാം. എന്നിട്ട് ചില പട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ഓരോ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഇത് കേട്ട് അപ്പുറത്ത് കിടക്കുന്ന പട്ടി തിരിച്ചു വിളിക്കണം. ഇത് ഓരോ വീട്ടിലും ഇങ്ങനെ കണക്ട് ചെയ്ത് ആ ഏരിയ കംപ്ലീറ്റ് ഫുള്ള് എല്ലാ വീട്ടിലും ലൈറ്റ് ഓൺ ആവും. അപ്പൊ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആ പരിസരത്തൊന്നും കള്ളം കയറൂല. പിന്നെ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് വിടുന്ന നേരത്ത് ബസ് കാത്ത് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. അപ്പൊ ഈ പെൺപിള്ളേരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില വലിയ പാടാ. അപ്പൊ ചെറിയ നമ്പറുകളൊക്കെ നമ്മൾ അടിക്കും. അപ്പൊ അതായത് ഈ ചില പെൺകുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ ഏതെങ്കിലും നാടൻ പട്ടികൾ അവിടെയൊക്കെ കിടക്കും. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ആക്കും. അപ്പൊ ഈ സൗണ്ട് അവർ കേൾക്കുമ്പോ
അപ്പൊ ഇത് പെട്ടെന്ന് പെൺകുട്ടികൾ കൊള്ളാലോ ഈ ചേട്ടൻ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആള് മോശക്കാരനായിരുന്നു അപ്പൊ. ഒരു പഞ്ചായത്തിലെ മൊത്തം രാത്രി ഉണർത്തിപ്പിക്കുന്നു. അല്ല, ഞാൻ ഈ പട്ടിയുടെ വെച്ചിട്ടൊരു ചെറിയ ഒരു മോർഫിംഗ് പോലത്തെ ഒരു മിമിക്രി ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ലാലു ലക്സേട്ടന്റെ ശബ്ദം നേരെ ഈ നായ്ക്കളുടെ ഈ ശബ്ദത്തിലേക്ക് പോകുന്ന ഒരു നോക്കാം. ഒന്നാം മല കയറി പോവേണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി ചാടേണ്ടേ. ബിജുക്കുട്ടനെ എപ്പോഴും ഒരു ഓണ പ്രോഗ്രാമിന് പോയിട്ടേ അത്തപ്പൂടന്റെ ഒക്കെ വന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലോ, അത് എവിടെ വെച്ചായിരുന്നു? അത് നമ്മള് ട്രൂപ്പിലൊക്കെ കളിക്കണേക്ക് മുമ്പ് ഞങ്ങൾ ഒരു 3 പേരുടെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു 3 പേര് മാട്ടകളി. രാജേഷ് എന്ന് പറഞ്ഞ പറവൂരിലെ രാജേഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രൂപ്പൊക്കെ തുടങ്ങിയത്. അപ്പൊ ഞാൻ, രാജേഷ്, പോളച്ചൻ, അങ്ങനെ 3 പേരാണ് കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് മാട്ടയാണ്. ഒരു 5 ഐറ്റം ആരെങ്കിലും കട്ടെടുത്ത് കളിക്കുക. 150 രൂപ വാങ്ങിച്ച് പോരോ, 50 രൂപ വെച്ചിട്ട്. അപ്പൊ ഒരു ഓണത്തിന്റെ തലേ ദിവസം, അതായത് നാളെ ഓണമാണെങ്കിൽ ഇന്ന് രാത്രി ഒരു ക്ലബിന്റെ വാർഷികത്തിന് നമ്മുടെ പരിപാടി. കുറെ പരിപാടികളുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ പരിപാടി. ഒരു പ്രൊഫഷണൽ 3 പേരേ ഉള്ളൂ. പരിപാടി കളിച്ചിട്ട് എന്നത്തെ പോലെ തന്നെ പരിപാടി ചീഞ്ഞു പോയി. സാധാരണ പരിപാടി ചീഞ്ഞാല് പൈസ തരാറില്ല. പക്ഷെ ഇവരെന്താന്നറിയില്ല, 150 രൂപ തന്നു ഇവര്. കറക്റ്റ് തന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താണ്, പരിപാടി പൊളിഞ്ഞു. എല്ലായിടത്തും പൊളിപ്പിച്ചു. കൂലായിരുന്നു, ഭയങ്കര കാരണം കൊണ്ടാണ് പൊളിഞ്ഞത്. എല്ലാവരും അപ്പൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ഇന്നേറെ കോൺട്രിബ്യൂഷൻ പറയണ്ട. അങ്ങനൊന്നുമില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ കൂലി ലഭിച്ച അവിടെയാണോ അതോ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലാണോ? അത് പറയാൻ പറ്റില്ല. എല്ലായിടത്തും അതെ. കൈയടിക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൈയടിയാണ്, അല്ലെങ്കിൽ കൂടുതൽ കൈയടിയാന്ന് പറയാം. പക്ഷെ കൂവല് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴേ, കോറസ് ആയിട്ട് വരുമ്പോഴേ കിട്ടൂല. ഈ കൂവുന്നതിന് ഒരു എനർജി മലയാളിക്ക് കൂടുതലാണ്, കൈയടിക്കുന്ന. അതുണ്ട്. വിദേശത്ത് പ്രോഗ്രാമിന് പോകുമ്പോ ചിലർ ഭയങ്കര കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് കൈയടിക്കില്ല, ഇങ്ങനെ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ അവരോട് ചെറിയ ഭയങ്കര മടിയാ. പരിപാടി മോശമാണെങ്കിൽ അപ്പൊ ഈ 150 രൂപ തന്നെ നമുക്ക് പരിപാടി പൊളിഞ്ഞ് അട്ടർ ഫ്ലോപ്പ്. എന്നിട്ട് 150 രൂപ എന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യണം, പരിപാടി പൊളിയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ, പൈസ തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് പൂക്കളിടാൻ അറിയാൻ പാടില്ല, പൂക്കളിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം പിറ്റേ ദിവസം ഓണമല്ല, വെളുപ്പിന് ഓണമാണല്ലോ. അപ്പൊ ഞങ്ങള് നോക്കി കഴിഞ്ഞപ്പോ വലിയൊരു പൂക്കളോ, ക്ലബിന്റെ വാർഷികമല്ലേ, ഒരു ഇന്ന ചാക്ക് കണക്കിന് കൊടുന്ന് വെച്ചേക്കാണ് എല്ലാ പൂക്കളും. ഞങ്ങളിട്ട് കുറേ നേരം അവരും കൂടിയിട്ടാ. നമ്മൾ കുറേ നേരം ഇട്ട് കഴിഞ്ഞിട്ട് എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ. ഇട്ട് കഴിഞ്ഞപ്പോ അയ്യോ പോലെ ഇനി ആർപ്പുവിളി ഉണ്ടെന്ന് പറഞ്ഞ്. കാരണം നമ്മള് മറ്റേ എതിരേൽക്കണമല്ലോ മാവേലിയപ്പനാ. പറഞ്ഞോ അതെങ്കിലും നന്നാവട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങള് ആർപ്പോ ഇറോ മാവേലി അപ്പോ മാവേലി അമ്മേ ഞാനിട്ട പൂക്കളം കാണാൻ, ഞാനല്ല ഞങ്ങൾ അങ്ങനെ പറയാൻ, ഞങ്ങളിട്ട പൂക്കളം കാണാനും പായോ അതെന്തോ എതിറോ. അവർക്കും കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര പാവം തോന്നി. പിന്നെ പാവങ്ങളാണെന്ന് തോന്നി കഴിഞ്ഞപ്പോ നമ്മള് വേറെ ശല്യമൊന്നുമില്ല, പരിപാടി പൊളിഞ്ഞേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞ് കുഴപ്പമില്ലാതെ കാരണം. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് ആണ് വീട്ടിൽ അവിടെ നിന്ന് പിരിഞ്ഞു. വളരെ സക്സസ് ആയ സ്ഥലം എവിടെ ബിജുക്കുട്ടൻ? അല്ല അത് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തും സാറേ. LED വേൾഡിലെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ആടേ അല്ലേ, അടിപൊളി. അപ്പൊ ഇതിനകത്ത് പക്ഷേ കലാഭവൻ മണിയുടെ മിമിക്രി ഒന്നും കാണിക്കേണ്ടി വന്നില്ല അല്ലേ? അല്ല, മിമിക്രി മണിച്ചേട്ടൻ ചെയ്തിരുന്ന, മണിച്ചേട്ടൻ ഈ അനുകരിക്കുന്നതല്ല, അല്ലാണ്ട് കുറെ മറ്റേ സ്പീഡിൽ സംസാരിക്കുന്ന സംഭവങ്ങൾ, മൃഗങ്ങളുടെ ആനയുടെ നടത്തം, എലി കുരങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു അട്ടപ്പാടി 8 വീട്ടിൽ കുട്ടപ്പച്ചേട്ടൻ്റെ പട്ടിയെ മട്ട് പിടിപ്പിച്ച മട്ടുപാവിൽ കുട്ടപ്പച്ചേട്ട പോട്ടെ പടന്ന് വിചാരിച്ചപ്പോൾ നീനായിട്ട് പട്ടം തരില്ല. 8ാം ക്ലാസ്സിൽ 8 കൊല്ലം പൊട്ടി 8ാം ക്ലാസ്സിൽ അയൽക്കുട്ടീനെ അങ്ങനെ അത് മറന്നു ഞാൻ. അന്ന് അങ്ങനെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ പഠിച്ച് പറയേണ്ടി വന്നു. അതൊക്കെ പഠിച്ചു. പിന്നെ അന്ന് മറ്റേ മണിച്ചേട്ടൻ ചെയ്യുന്ന മറ്റേ മൂഷികന്റെ സാധനം അതുണ്ട്, എലിയുടെ സംഭവം. ഈ ഒരു സംഭവം വെച്ചിട്ട് അതുണ്ടായിരുന്നു. നേരത്തെ ചെയ്യുമായിരുന്നു? ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് കണ്ട് കാണിച്ച് രസമുണ്ടല്ലോ. അത് സൂപ്പറായി. എന്തായാലും പാടുമായിരുന്നോ ആ സമയത്തൊക്കെ? അല്ല, ഞാൻ അങ്ങനെ ബാത്റൂം സിംഗർ ആയിരുന്നു. അത് കഴിഞ്ഞ് മെയിൻ റൂമിലേക്ക് കയറിയാലോ? അല്ല, ഞാൻ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എവിടെ ഏത് സ്റ്റേജിൽ പോയാലും ആൾക്കാർ പറയും ഇങ്ങനെ പാടി തുടങ്ങി. ഗംഭീരമായിട്ട് പാടുവാൻ. ബിജുക്കുട്ടനോട് ഒരു അഭിപ്രായം ചോദിക്കും ആളുകൾ. ബിജുക്കുട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. എന്ത് കേട്ടാലും ഒന്നും പറയാനില്ല. ഇതിനൊന്നും പറയാനില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പാടിയിട്ട് അല്ല, ഒന്നും പറയില്ല എന്ന് പറഞ്ഞാ അതിനകത്തൊന്നുമില്ല. എനിക്കൊന്നൊരു 100-100 പേർക്ക് ഇത് ഈ അഭിപ്രായം കൊടുത്താണ് അല്ലേ? 100 അല്ല. അയ്യോ അല്ലേ? ഇത് ബിജുക്കുട്ടൻ ബിജുക്കുട്ടാ ഒന്നും പറയാനില്ല. അല്ല സാറേ, സാധനമായിരുന്നു അല്ലേ? ആ സമയത്ത് ശരിക്കും പറഞ്ഞാലും നമ്മളന്നൊക്കെ ഈ ഉദ്ഘാടനത്തിനൊക്കെ പോവല്ല.
അപ്പൊ ആ സമയം നമ്മുടെ കോമഡി ഉത്സവം നല്ല പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് പറയും സാർ ബിജുക്കുട്ടനല്ലേ അതേന്ന് പറയും നമുക്കൊരു സംഭവത്തിന്റെ ഉദ്ഘാടനം കുറച്ച് ഷോപ്പിന്റെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ എന്നാ ഡേറ്റ് അല്ല ചേട്ടൻ വരണ്ട, ചേട്ടന്റെ ഒരു ഫോട്ടോ മതി ഇങ്ങനെ ഇരിക്കണത്, എന്നിട്ട് ഒന്നും പറയാനില്ല എന്ന് ഞങ്ങൾ എഴുതും. 50,000 രൂപ നമ്മള് പോകണ്ട, റിബൺ കട്ട് ചെയ്യണ്ട, അവിടെ സംസാരിക്കണ്ട, ഒന്നും വേണ്ട, ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ, ഒരു 5-6 ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാതെ ഇത്രയും കാശ് മേടിച്ച ആള് നിങ്ങൾ. സത്യം സത്യം. ലോകത്താദ്യമായിട്ട് ഒന്നും പറയാനില്ല, പറയും വേണ്ട, കാച്ചു മാച്ച്. അതെ അതെ അതെ. ഈ കലാഭവൻ മണിയായിട്ട് ബിജുക്കുട്ടന് ബന്ധമുണ്ടായിരുന്നല്ലോ അല്ലേ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? എൻ്റെ 4-ാമത്തെ 5-ാമത്തെ സിനിമയാണ് മണിച്ചേട്ടൻ്റെ കൂടെയുള്ള കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമയിൽ പുള്ള കൂട്ടുകാരനായിട്ടും അനിയനായിട്ടും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടുകാരനൊക്കെ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞോട്ട് പുള്ളിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പറയണം, അല്ലാതെ ഒന്നും പറയാനില്ലേ? അല്ല ഒന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. ശരിക്കും എന്താ പറയണത്, നമുക്ക് ഒരു ചേട്ടനാണ്, ഒരു അച്ഛനാണ്, അതിൻ്റെ ഒക്കെ ചിലപ്പോഴൊക്കെ പുള്ളിക്കാരൻ നമ്മളിൽ താന്ന് അനിയനെ പോലെ ആവും. അപ്പൊ പല വിധത്തിലാണ് പുള്ളി പെരുമാറുന്നത്, എല്ലാം നല്ല ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിലാണെന്ന് തോന്നുന്നു. അപ്പോ അതിൽ കുറെ താരങ്ങളുടെ ഫിഗർ വെച്ചിരുന്നു, അതായത് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ എനിക്ക് തോന്നുന്നു ഒരു 18-19 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മണിച്ചേട്ടനായിരുന്നു ലീഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഷോയ്ക്ക് പോയപ്പോൾ ഇതിൽ പല ആർട്ടിസ്റ്റുകളും വന്നില്ല, ഒരു 6-7 ആർട്ടിസ്റ്റുകൾ വന്നില്ല. അപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് മണിച്ചേട്ടൻ പറഞ്ഞു ഷോ കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ നമുക്ക് പൈസയൊക്കെ കുറയ്ക്കും, കാരണം ഇവർ ഇത്രയും പേര് വരാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നവും, നിങ്ങൾ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങ് ഷോ തുടങ്ങിക്കഴിഞ്ഞ് പാട്ടങ്ങോട്ട് പാടി മണിച്ചേട്ടൻ അങ്ങ് ഫുൾ കയ്യിലെടുത്തു. ആൾക്കാർ ഈ വേറെ ആർട്ടിസ്റ്റുകളെല്ലാം മറന്നുപോയി. കാരണം ആർക്ക് അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ പോയി അടുത്ത ഗ്യാപ്പിൽ വേറെ ആരോ വന്നു, എന്തോ സ്കിറ്റ് നമ്മളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു. വീണ്ടും ആൾക്കാർ ആവശ്യപ്പെടുക മണിച്ചേട്ടൻ്റെ പാട്ട് വരട്ടെ എന്ന്. അവസാനം ഇവർ ഈ ബാക്കി വെച്ചിരുന്ന ആർട്ടിസ്റ്റുകളൊന്നും അവരുടെ മൈൻഡിലേ ഇല്ല. കാരണം പരിപാടി മണിച്ചേട്ടൻ വിഴുങ്ങി. പുള്ളി ഒറ്റയ്ക്ക് മതി അല്ലേ? ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുപോകാൻ പുള്ളി ഒറ്റയ്ക്ക് മതി, എത്ര മണിക്കൂറായാലും അല്ലേ? അത് തന്നെയല്ല, ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട് മണിച്ചേട്ടൻ്റെ കൂടെ. അപ്പൊ ക്ലൈമാക്സിൽ മണിച്ചേട്ടൻ എൻ്റെ മണിച്ചേട്ടൻ ആരാണെന്ന് അറിയരുത്, കാരണം ഒരുപാട് മണിച്ചേട്ടന്മാർ വേണമെന്ന് മണിച്ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ മണിച്ചേട്ടൻ ഇങ്ങനെ അനൗൺസ് ചെയ്തിരുന്നു നമ്മുടെ ഡൂപ്പിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ദിവസം ഇവരുടെ സാധനം എടുക്കാൻ വേണ്ടിയാണ്. അപ്പം മണിച്ചേട്ടൻ ഏതാണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, കാരണം അത്രയ്ക്ക് ഒരു 10-250 മണിച്ചേട്ടൻ ഇവിടെ പൊട്ടുവിട്ട് എല്ലാവരും സംസാരിക്കണതും പാട്ട് പാടുന്നതൊക്കെ മണിച്ചേട്ടൻ്റെ പോലെ. പക്ഷെ ഒറിജിനൽ മണിച്ചേട്ടൻ വന്ന് നിന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. മണിച്ചേട്ടൻ വരാൻ കാത്തിക്കണം, കാരണം ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്പെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് സിനിമാ നടന്മാരിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഡ്യൂപ്പുള്ളത് മണിച്ചേട്ടനാണെന്ന് തോന്നുന്നു. അത്ര കഥയുണ്ട്. അന്നവിടെ അനൗൺസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 പേര് വന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഒരു അനുഭവം ചോദിക്കട്ടെ, ബിജുക്കുട്ടൻ ഏതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാ ഒരു ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്ത് കുഴപ്പമാക്കി എന്ന് പറഞ്ഞു. അല്ല അത് ഒന്നും പറയാനില്ല. അല്ല സാർ, അതെ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഓണത്തിന്റെ ദിവസം എന്താണ് അത് ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പൊ നമ്മൾ കാലത്ത് തന്നെ പോയി ഒരു 9:30 ആയപ്പോഴേക്കും സ്റ്റുഡിയോ ഒക്കെ ഉദ്ഘാടനം ചെയ്ത് അവിടുന്ന് പൈസയൊക്കെ തന്ന് നമ്മളന്ന് ചായ ഒന്നും കുടിച്ചില്ല. അപ്പം ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് ചായ കുടിക്കണമല്ലോ, ഓണമല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ കടകളൊന്നും വലുതായിട്ട് തുറന്നിട്ടില്ല, ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉള്ളു. അപ്പോൾ അവിടെ ഒന്നും വലിയ കടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് വെജിറ്റേറിയൻ കിട്ടുന്ന ഒരു ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ദോശയൊക്കെ അടിച്ചിട്ട് പോരാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല ഹോട്ടൽ കണ്ട്, ഹോട്ടലിൽ ഒരു മാവേലിയൊക്കെ നിൽക്കുന്നത്, ചെണ്ടമേളക്കാരി കാര്യങ്ങൾ, ഭയങ്കര സെലിബ്രേഷൻ. ഞാൻ പറഞ്ഞു എടാ ഇവിടെ കയറാൻ നമുക്ക് നല്ല ഭക്ഷണം ഇരിക്കണം പറഞ്ഞു. കാറങ്ങൾ കയറ്റി ഞാൻ ഡോർ തുറന്നപ്പോഴേക്കും ചെണ്ടോട്ട് തുടങ്ങി. ഞാൻ എന്താണ് ഓരോരുത്തർക്കും ചെണ്ടകൊട്ടുണ്ട് അവിടെ. അപ്പൊ എന്താണ് മാവേലി വരുന്നു, ഇത് അവിടുത്തെ നമ്മുടെ ഹോട്ടലിന്റെ മാനേജർ ഉണ്ട്, വരൂ എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ കൊണ്ടിട്ട് ഒരു കത്രി ഇട്ട് തന്നു, ഇത് മുറിച്ചോളാം പറഞ്ഞോട്. എന്താണ് മുറിച്ച്. അപ്പൊ അവിടെ ആരോ പറഞ്ഞിരുന്ന സെലിബ്രിറ്റി വന്നില്ല, എന്നെ കണ്ടപ്പോ അവരത് ചെയ്തോളാൻ പറഞ്ഞ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 50,000 രൂപ കിട്ടി, വയറിറച്ചി ഫുഡും കിട്ടി. നമുക്കൊക്കെ ഒന്നും ജീവിതത്തിൽ ഒരു ഹോട്ടൽ കിട്ടിയിട്ടില്ല. അല്ല, ആദ്യത്തെ പരിപാടി ക്ഷണിച്ച പരിപാടിക്ക് 35,000 രൂപ ഉള്ളൂ. ഹോട്ടൽ ഇപ്പൊ ഉണ്ടോ? അത് വാങ്ങി കാശ് പോക്കറ്റിലിട്ടിട്ട് ഒന്നും പറയാനില്ല. സെന്തില് അമേരിക്കയിൽ നിന്ന് പോയപ്പോഴേ മനോജിന്റെ ഫ്രണ്ടാണെന്ന് ഒരാൾ പരിചയപ്പെടാൻ വന്നില്ലേ? അയ്യോ, അത് വേറെ ഒന്നുമില്ല സാറേ, അത് ഗൾഫിലാ. ഗൾഫിൽ ഞാൻ ആദ്യമായിട്ട് ഗൾഫ് ഷോയ്ക്ക് പോകുന്ന ദുബായിൽ, ഇവിടെ കുവൈറ്റിൽ പോവാ. കുവൈറ്റിൽ പ്രോഗ്രാമിന് പോയപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക് എന്നെ അന്വേഷിച്ച ഒരാൾ വരിക. സെന്തിലുണ്ടോ? അങ്ങനെ വന്നു. അപ്പോൾ എന്നെ വന്ന് കണ്ടു. സെന്തിൽ, എനിക്കറിയാം നിങ്ങളെ, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരനാണ് നിങ്ങൾ. അവൻ്റെ സഹോദരിയുടെ കല്യാണത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ കേസിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞു അല്ല എനിക്കറിയാം നിങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര കാര്യമായി. എനിക്ക് വേണ്ട സ്വീകരണം,
അപ്പോൾ ഈ സഹിച്ചേട്ടനും നമ്മുടെ ഷാജി മാവലിക്കര ചേട്ടനൊക്കെ അതിശയിച്ചു. അവന് കമ്പനിയായി ഭയങ്കര. അപ്പം ഞാൻ ഈ പുള്ളി എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ കല്യാണം അത് കണ്ടായിരുന്നു എന്നെ? ഞാൻ കണ്ടതല്ലേ നിങ്ങൾ കല്യാണ CD-യിൽ നിങ്ങൾ മനോജിന്റെ അനിയത്തിയുടെ കല്യാണ CD-യിൽ നിങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞത് എവിടെയാണ് ഇവരുടെ പാളയത്ത് എവിടെയാണ്? ഈ ബിഷപ്പ് പെരേര ഹാളിൽ വെച്ചാണ് ആ കല്യാണം നടന്നത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഈ വിളിക്കാത്ത കല്യാണം കഴിക്കാൻ പോകും. ബിഷപ്പ് പെരേര ഹാളില് ഞങ്ങള് കഴിക്കാൻ പോവായിരുന്നു. അങ്ങനെ ആ വിളിക്കാത്ത കല്യാണത്തിന് പോയ കല്യാണം അതിൽ പക്ഷെ ആ പുള്ളി മനോജ് എന്ന് പറയുന്ന പുള്ളി പക്ഷെ എന്നെ ചതിച്ചില്ല. ആ സിനിമ നടനൊക്കെ ആയപ്പോ പുള്ളി എന്റെ ഫ്രണ്ടാണെന്നുള്ള അയാളുടെ ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ പൊക്കി അടിച്ചു മാനേജ് ചെയ്തു സീരിയലൊക്കെ. അല്ല, തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. കോളേജിലെ പിള്ളേരൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കാൻ അവര് നേരത്തെ നോക്കി വെക്കും. അല്ല, നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലായിരുന്നു. ആ സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടും നമ്മള് കല്യാണം ഉണ്ടല്ലേ, വിളിക്കാത്ത കല്യാണം, അത് ഒരു രസമാണ്. അത് നല്ല സംഘമായിട്ടല്ലേ പോകുന്നത്. ആ സംഘം സൂപ്പർ സദ്യയായിരിക്കും. അപ്പൊ ഒരു ദിവസേ 2 കല്യാണം ഉണ്ട് ഡബിൾ എന്നൊക്കെ പറഞ്ഞോട്ട്. ഒരു 7 മണിക്ക് വരണം, 9 മണിക്ക് വരണം. അപ്പൊ ഫസ്റ്റ് കല്യാണം വെജിറ്റേറിയൻ ആണ്. സെക്കൻഡ് 10 മണിക്കുള്ളതാണ് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ അപ്പം ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കല്യാണത്തിന് പോയപ്പോ എന്നോട് പറഞ്ഞ് ആദ്യത്തെ പന്തി എന്ന് പറയുമല്ലോ, അവിടെ ആദ്യത്തെ പന്തി ഇരിക്കാൻ നേരത്തെ എന്റെ കൂട്ടുകാരൻ നമ്മളെ കൂടെ ഉള്ള പറഞ്ഞു, എടാ ആദ്യത്തെ പന്തിക്ക് ഇരിക്കണ്ടട്ടാ. ഞാൻ പറയാം എന്താണത്? അല്ല അത് മറ്റേ സോട്ടും കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട ആൾക്കാരാണ്, അവര് ഭയങ്കര എന്തോ വലിയ ബിസിനസ്സുകാരൊക്കെയാണ്, നമ്മ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല അതാ ഇപ്പൊ നമ്മൾ ഇരുന്നില്ലെങ്കിൽ നമുക്ക് സെക്കൻഡിന് എത്താൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ ഫസ്റ്റിന് ഇരുന്നില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് കല്യാണം ഭയങ്കരമായിട്ട് ലാഗി, അതാണ് നമുക്ക് അത്യാവശ്യം. അപ്പൊ പറഞ്ഞു 10-12 പേരല്ലേ അവരുള്ളൂ, നമുക്ക് ഇവിടെ 5-6 പേര് കയറി ഇരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കയറിയിരുന്ന് അവര് ആ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ട ആൾക്കാർ അവിടെ ഇരുന്ന് വലിയ ടീമാണ്. ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ടില് ഞാൻ അവിടെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് അച്ഛൻ അങ്ങനെ കൈകുത്തി, പെണ്ണിന്റെ അച്ഛൻ അവിടെ ഞാനിരിക്കുന്ന ഇല ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാർക്കപ്പണി എടുത്താണ് ഞാൻ എൻ്റെ മോളെ കെട്ടിക്കാൻ പോണത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്ക് വെറുതെ വന്ന് ചോറ് തന്നാൽ മതി. ഞാൻ 10 പേരെ വിളിച്ച ആൾക്കാർക്ക് ചോറ് കൊടുക്കണമെങ്കിൽ നിങ്ങളൊരു 10-15 പേര് കയറി വന്ന് വിളിക്കാത്ത ആൾക്കാർ ചോറ് തിന്നാൽ ആ 10 പേര് വിളിച്ച ആൾക്കാർക്ക് 10 പേർക്ക് ഊണ് കൊടുക്കാൻ എൻ്റെ അടുത്തുണ്ടാവില്ല, അതിനുള്ള സമ്പാദ്യമില്ല. അപ്പം ഞാൻ പറയണത് മുണ്ട് മടക്കി കുത്തിയിട്ട് ഇടിക്കണേക്ക് മുമ്പ് വിളിക്കാത്ത ആൾക്കാർ ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞപ്പോ തന്നെ സൂട്ടും കോട്ടിട്ട ആൾക്കാർ എനിക്ക് പോയി. അവരെ വിളിച്ചിട്ടില്ല, അവരാണ് അവര് ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ കോട്ട സൂട്ട് മാടക്കെടുത്ത് വന്നെങ്കിൽ. അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പോ മോൻ അവിടെ ഇരി, മോൻ കഴിച്ചിട്ട് പോവാ, മോനൊക്കെ വിളിച്ചല്ലേ. ഞങ്ങളെ വിളിച്ചിട്ടാക്കി അവര് വിളിച്ചിട്ടില്ല. അവര് എനിക്ക് തോന്നുന്നത് ഡ്രസ്സൊക്കെ തേച്ച് യൂണിഫോം ഉണ്ട്. സൂപ്പർ. ട്രിവാൻഡ്രത്തൊക്കെ വളരെ വ്യാപകമായത്, ഇപ്പൊ അറിയത്തില്ല, ഒരു കാലത്തുണ്ടായിരുന്നു. നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാര്യം ഇതൊരു സംഘമായിട്ട് ഒരു തമാശ കൂടാണല്ലോ. നമ്മുടെ അവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെ ഒരു ദിവസം പത്രത്തിൽ ന്യൂസ് വന്നു, ബിഷപ്പ് പെരേര ഹാളിൽ നിന്നും ഇതുപോലെ വിളിക്കാത്ത കല്യാണത്തിന് പോയ ആൾക്കാരെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അങ്ങോട്ട് പോയിട്ടില്ല. ബിജുക്കുട്ട, ഈ ഒരു പരിചയമുണ്ട്. ഒരു 150 രൂപയ്ക്ക് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോയിട്ട് പാട്ടിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന് പാട്ട് കേട്ട് ചെയ്യേണ്ടി വന്നല്ലോ, ഒരു കേസ് ഉണ്ടല്ലോ. സാറേ പിന്നെ എനിക്ക് ഈ ഡാൻസിനോട് ഭയങ്കര കമ്പോയി. അപ്പൊ ഞാൻ ചില അമ്പലപ്പറമ്പുകളിലൊക്കെ ഞാൻ ചെന്ന് ചോദിക്കും, ഞാനൊരു ബ്രേക്ക് ഡാൻസ് കളിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ചിലവര് സമ്മതിക്കും. അതെ. അതെ. അപ്പൊ അതിന്റെ അടുത്തൊരു കാസറ്റും ഉണ്ട്, മറ്റേ ഡേഞ്ചറസ്, മറ്റേ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ്, ഭയങ്കര അതായിരുന്നു അത്. ആ ഒരു കാസറ്റും ഒരു പച്ച പാന്റും നീല ബനിയനും ഒരു റിബണും. മുടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മുടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഹിപ്പി പോലെ കിടക്കാം. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വലിച്ച കെട്ടി തിളങ്ങണ ഇത് കെട്ടിയിട്ട്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഗ്ലാസ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞേ എന്റെ വീടിന്റെ അടുത്ത അമ്പലത്തില് ഉത്സവമാണ്. അപ്പൊ അവിടെ വലിയൊരു ഗാനമേള നടക്കുന്നുണ്ട്, എന്തോ ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ ഒക്കെ. അപ്പൊ ഒരുപാട് ഓഡിയൻസ് കൂടും. അപ്പൊ അവിടെ ഒരു ബ്രേക്ക് ഡാൻസ് കളിച്ചാൽ നിന്നെ ആൾക്കാർ തിരിച്ചറിയും ഭയങ്കര. അപ്പൊ നമ്മൾ കളിക്കുന്നതൊക്കെ ഈ അയൽക്കൂട്ടത്തിന്റെ ഒക്കെ ആണല്ലോ, 3-4 പേരൊക്കെ ഇരുന്നാണല്ലോ. അപ്പൊ ഞാനും കരുതി 10,000 പേരൊക്കെ ഉണ്ടാവും, നല്ല സൗണ്ട് സിസ്റ്റം അത് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇതുപോലെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, ഞാനൊരു ബ്രേക്ക് ഡാൻസ് കളിച്ചോട്ടെ. അപ്പോൾ അവർ പറഞ്ഞ് കളിച്ച കുഴപ്പമില്ല, പൈസ ഒന്നും വേണ്ടല്ല, പൈസ ഒന്നും വേണ്ട, എനിക്ക് സ്റ്റേജ് ഒന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാസറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഉള്ളത് ഗാനമേളക്കാരുടെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ ഒരു ഡാൻസേ ഉള്ളൂ 5 മിനിറ്റിന്റെ പ്രശ്നമല്ല, നമ്മുടെ സൗണ്ട് നമുക്ക് മാത്രമാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഗാനമേളയിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിന്റെ പഞ്ചൊക്കെ ആൾക്കാർ നേരത്തെ അറിഞ്ഞാൽ അതിന്റെ ഇതങ്ങോട്ട് പോകും. അപ്പോൾ കമ്മിറ്റിക്കാർ ഞാൻ അത് ശരിയാണ്, അത് വേണ്ട പറ്റൂ, അത് വേണ്ട, അത് അവരുടെ രീതിയിൽ അങ്ങോട്ട് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ കളിക്കും, അത് അവിടെ വേറെ ബോക്സും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഒരു കമ്മിറ്റിക്കാരെ പറഞ്ഞ് കാസറ്റിങ് നോക്കട്ടെ, മോൻ കയറിയോ, സ്റ്റേജിൽ കയറിയോ മോൻ, കാസറ്റിങ്. അപ്പം ഞാൻ കരുതിയ വേറെ എവിടെയെങ്കിലും ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും കരുതി ഇവരുടെ തന്നെ. കാസറ്റായിട്ട് പോയിട്ട് കറക്റ്റമൊക്കെ തുടങ്ങിക്കോ. അപ്പം ഞാൻ തുടങ്ങിയിട്ട് പാട്ട് കേൾക്കാനുള്ള കറക്റ്റം പൊന്തിക്കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഒക്കെ ഇങ്ങനെ ഇരിക്കണം. ഇത് അമ്പലത്തിൽ പാട്ട് വെക്കണ തെങ്ങിന്റെ മുകളിലെ മൈക്കിലാണ് കേൾക്കണത്. കാരണം ഇപ്പൊ ഇത് അപ്പുറത്തല്ലേ, 100 മീറ്റർ അപ്പുറത്താണ്. ഡേഞ്ചറസ് ചേട്ടാ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഉണ്ട് ചേട്ടാ ഇവിടെ പാട്ട്. ആ പാട്ട് അവിടെ എന്റെ കണ്ണ് ഇവിടെ ആയിട്ടാണ് കണ്ടത് ഓഡിയൻസ്. ഡേഞ്ചറസ് പാട്ട്, 2 കോളാമ്പിലി തുഞ്ചത്ത്. താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായി മോഷണമുണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഒന്നും പറയാനില്ല. താങ്കളുടെ കൂട്ടുകാരന്റെ ഒരു മിമിക്രി ഐറ്റം മോഷ്ടിച്ചാണ് താങ്കൾ സമ്മാനം വാങ്ങിച്ചതെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനാണ് മിമിക്രിക്കാരൻ അവിടുത്തെ. അപ്പൊ നന്നായിട്ട് പഠിക്കണ ഒരുത്തൻ ഒരു ഐറ്റം എൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. ചേട്ടാ ഇത്തവണ ഞാനും ഉണ്ട് മിമിക്രിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. അപ്പൊ നന്നായിട്ട് പഠിക്കണവനാ. അപ്പൊ ഏതായിട്ട് കളിക്കണമെന്ന് വെച്ചി. അപ്പൊ അവന്റെ ഐറ്റം അവൻ എനിക്ക് കാണിച്ചു തന്നു. അവൻ ചെയ്താൽ അവന് ഫസ്റ്റാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്താണ് ഈ പഴയ ഐറ്റമാണ്. അവൻ കളിച്ചു കഴിഞ്ഞാൽ അവന് ഫസ്റ്റ് കിട്ടി. അവൻ എന്താണ് ഉപജില്ല, ജില്ല, സ്റ്റേറ്റ് അങ്ങനെ പോകും. അപ്പൊ നമ്മൾ മിമിക്രി സൗണ്ട് അനുകരണമൊക്കെയാണ്. അപ്പം അവനോട് ഞാനുള്ള കാര്യം പറഞ്ഞ് മാറ്റിയിരുത്തിയിട്ട്, എടാ എനിക്ക് അങ്ങനെ വലിയ പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, നീയാണെങ്കിൽ നന്നായിട്ട് പഠിക്കണമുണ്ട്, നീ സ്കൂൾ ലീഡറാണ്, ക്ലാസ് ലീഡറാണ്, പിന്നെ അത് തന്നെയല്ല നിന്റെ വീട്ടിൽ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണ്, നീ എന്തിനാടാ ഈ മിമിക്രി ആയിട്ട് നടക്കണത്? ആ ഐറ്റം ഞാൻ എടുത്തോട്ടെ, എനിക്കാണെങ്കിൽ പഠിക്കാൻ വലിയ കഴിവില്ല, ഞാൻ ഇതിന്മ തൂങ്ങിക്കിടക്കുന്ന ആളാണ്. അപ്പൊ ഇവനങ്ങനെ സെൻറ്റിയായി. അവൻ പറഞ്ഞ് ശരിയാണ്. അവൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യണില്ല, നീ ഐറ്റം ചെയ്തോളാൻ പറഞ്ഞ് എനിക്ക് ഫസ്റ്റ് കിട്ടി. ഞാൻ സ്റ്റേറ്റ് വരെ പോയി. അങ്ങനെ ഒരു കളവ് ഞാൻ ചെയ്തിട്ട് അത് ചോദിച്ചിട്ടാണ്. പക്ഷെ ആ ആള് ഇന്ന് എവിടെയാണെന്ന് അറിയാമോ? ഇന്ന് ACP ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ആ മിമിക്രി കളിച്ചിരുന്നെങ്കിൽ ഇന്നും ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയില്. അതെ അതെ, ഇപ്പൊ ACP ആണ് പുള്ളി. സെന്തിൽ കല്യാണം കഴിച്ചത് KSRTC സഞ്ചരിച്ച ഒരു യാത്രക്കാരിയാണ്. അല്ല പിന്നെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കല്യാണം കഴിക്കുന്നവര്. അതെ, കല്യാണം കഴിച്ച് അല്ലേ, ഒന്നും പറയാനില്ല. അല്ല ഞാൻ ഊപ്പാട് വന്നു. അതാണ് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അല്ല ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു നഴ്സിനെയാണ്. അത് ആശുപത്രിയിൽ പോയി കിടന്നായിരുന്നു? ഇല്ല, ഞാനൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയതാ. വൈറസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. വൈറസ്? അതെ, വൈറസ്. ആഷിഖ് ബുസാറിന്റെ. അപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഒരു 4-5 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയായിരുന്നു എന്റെ വൈഫ് ജോലി ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ 4 ദിവസമൊക്കെ അവിടെ 4 ദിവസം മതിയല്ലോ എന്നെ സംബന്ധിച്ച്. ഒരു ദിവസം മതി എനിക്ക്. ഈ ഭാര്യക്ക് വേറെ പ്രശ്നം ഉണ്ടാവും ഇനി. എന്ത് പറ്റി? എവിടെങ്കിലും ആശുപത്രി ഷൂട്ട് ഉണ്ടെന്ന് വെച്ചാൽ കൂടെ വരും. നിന്റെ സ്വഭാവം അറിയാലോ. ഈ 4 ദിവസമൊക്കെ മോർ ദാൻ ഇനഫ് അല്ലേ? ഇപ്പൊ എന്തൊക്കെ ആവശ്യപ്പെടുന്നു സ്റ്റേജ് ചെന്ന് കഴിഞ്ഞ ആൾക്കാർ? സ്റ്റേജ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പം മൾട്ടി ടാലന്റ് ഉള്ള ആൾക്കാരാണ് ഇപ്പൊ ആവശ്യം. പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, സ്കിറ്റ് ചെയ്യണം. ബിജുകൂട്ടനൊക്കെ പോയാൽ ശരിയാവും. എല്ലാം നടക്കൂല. അപ്പൊ ഇങ്ങനെ എല്ലാ ഐറ്റവും കയ്യിലുള്ളവർക്കാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇപ്പൊ. സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കുറവാണ്. മാത്രമല്ല മണിയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യമുണ്ട്. ഈ ആളിന്റെ ഇടയിൽ ഇറങ്ങുക വലിയ അപകടം പിടിച്ച പണിയാ. ചില മുട്ടിച്ച് കുത്തു വരും. ഇത് നമ്മള് ദുബായിലൊരു ഷോയിന് ഞാൻ പോയപ്പോഴേ, അന്ന് ഈ നമ്മള് സിനിമ ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെയായിരുന്നു. അപ്പൊ അതിനകത്തൊരു രാക്ഷസി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് രാക്ഷസിയായിട്ട് വന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ ഈ പാട്ട് പാടുമ്പോ ഞാൻ ഈ രാക്ഷസിയുടെ മാസ്കും വെച്ചിട്ട് ഒന്നും കാണാൻ പറ്റില്ല. കുറെ മാലയിട്ട് കറുത്ത ലോഹയൊക്കെ ഇട്ടിട്ട് ഏറ്റവും ബാക്കിൽ നിന്ന് വരണം, കളിച്ച് ഇങ്ങനെ വരണം. അപ്പൊ ഇവര് തന്നെ ഇപ്പൊ ഒരു സ്റ്റേജിൽ കണ്ട ആൾക്കാർ തന്നെ ചിലപ്പോ നല്ലതാണെങ്കിൽ 2ാമത്തെ സ്റ്റേജിലും വരും, 3ാമത്തെ സ്റ്റേജിലും വരും, നല്ല പരിപാടിയാണെങ്കിൽ. അപ്പൊ എല്ലാ ദിവസവും എന്നെ കേട്ടുള്ള പാവാടമ്പ പിടിച്ച് വലിക്കും. ഞാനിങ്ങനെ രാക്ഷസിയാണ്. അപ്പൊ ഭയങ്കര ചൂടാണല്ലോ, ഇതിന്റെ അകത്ത് മൊത്തം ഉള്ളിൽ കയറി നിൽക്കണേ ഞാൻ. അപ്പൊ ഒരു ദിവസം ഒരു 3ാമത്തെ സ്റ്റേജ് വന്നപ്പോ ഒരാള് കയറി പാട്ട് തുടങ്ങിയപ്പോഴേക്കും എന്നെ ഇങ്ങനെ വലിച്ചു പുറയിലോട്ട് പോയി. എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല, ഒറ്റ കേൾക്കൂല. അപ്പൊ പുള്ളി പറയാണ്, എന്റെ മോൻ എന്ത് കണ്ടിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല, ഞാനൊന്ന് വിടൂലെന്ന് പറഞ്ഞു. ആ പാട്ടിന് കയറാൻ പറ്റിയില്ല. അവസാനം ഞാൻ കോസ്റ്റ്യൂമൊക്കെ കൂട്ടി പൊതിഞ്ഞിട്ട് സ്റ്റേജിന്റെ ബാക്കി കൂടെ കയറി വന്നു. ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായി സാർ. ഞാൻ ഈ സ്റ്റേജിൽ കുടിയന്റെ സ്കിറ്റ് കളിക്കും. അപ്പൊ നമ്മള് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വർക്കല എവിടെ ഏതോ ഒരു ക്ഷേത്രത്തിൽ പണ്ട് പ്രോഗ്രാം ചെയ്തപ്പോൾ, പണ്ട് തുടക്ക മിമിക്രി ട്രൂപ്പ് സാരഥി എന്ന് പറയുന്ന ട്രൂപ്പ് ചെയ്യുന്ന സമയത്താണ്.
അപ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങ് ദൂരെ നിൽക്കുക ഞാൻ. അപ്പൊ ഞാൻ അലമ്പ് തുടങ്ങിയപ്പോൾ ഇവർ വിചാരിച്ച് ഏതോ ഒറിജിനൽ കുടിയനാണെന്ന്. എന്നെ വിടുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയാലേ സ്കിറ്റ് കളിക്ക് ബാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ നേരം എന്നെ പിടിച്ചു വെച്ചിരുന്നാ മതി. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതിലുള്ളതാണ് മിണ്ടാണ്ടിരടാ അവിടെ അടിച്ചിട്ട് പക്ഷെ എനിക്ക് അതിനകത്തൊരു ഗുണം ഉണ്ടായിരുന്നട്ടാ. ഈ നമുക്ക് പ്രോഗ്രാം ഇല്ലാത്തപ്പോ ഒരു 3-4 ദിവസങ്ങളൊക്കെ ഗ്യാപ്പ് കിട്ടുമല്ലോ. ഈ ഗ്യാപ്പിന് ഒരു ടെക്സ്റ്റൈൽസിൽ എന്നെ വന്ന് വിളിച്ച് ആ രാക്ഷസിനെ കിട്ടും നമുക്ക് 2 ദിവസം ഫ്രണ്ടിൽ നിൽക്കാനാണെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ എന്നോട് മമ്മിക്ക് വന്നിടാ മോനെ ചെല്ലു നീ വെറുതെ നിന്നാ മതി. അപ്പൊ എന്ത് കിട്ടും അത് കിട്ടുന്നേ. ഞാനൊരു 4 ദിവസം അവിടെ കാലത്ത് തന്നെ ചെല്ലും. കൊച്ചു പിള്ളേരുമ്പോ ഇതിനെ കളിപ്പിച്ച് പോരാൻ നേരത്ത് നല്ല ഗിഫ്റ്റ് ഉള്ളിലൊരു ജീവനുള്ള സാധനം അവർക്ക് അറിയാമോ? അത് എന്നെ കാണിച്ചിട്ടൊന്നുമില്ല അവര്. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. പിള്ളേരെ ഒന്ന് കൊഞ്ചിക്കുക, ഒന്ന് കുത്തി നോക്കുന്നു, പേടിപ്പിക്കുക. ചില പിള്ളേരുണ്ടല്ലോ, ചില പിള്ളേര് അവരുടെ കയ്യില് ഐസ്ക്രീം ഒക്കെ തിന്നാ മറ്റേ കുഴലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കുത്തും. രാക്ഷസിനെ ആദ്യമായിട്ട് കൈ കിട്ടുമ്പോ പിന്നെ ഒന്ന് കൊന്നാക്കാന്ന് പറഞ്ഞ കണ്ണിലൊക്കെ ഇട്ട് കുത്തി ഒരു 5 ദിവസം അവിടെ നിന്ന് നല്ല പേയ്മെന്റ് കിട്ടി. നല്ല ദറം. പിന്നെ നമുക്ക് ഒറ്റ പ്രതീക്ഷ ദറംസ് ആണല്ലോ, ഇന്ത്യൻ റുപ്പി അല്ലല്ലോ. അല്ല ഒന്നാമത് മറ്റേ ദേഷ്യം കിടക്കണേ എനിക്ക് സ്റ്റേജിൽ നിന്ന് പിടിച്ചിട്ടും. സ്റ്റേജിൽ നമ്മൾ സാധാരണ അവതരിപ്പിക്കുന്ന ഒരു മിമിക്രിയുടെ മിക്കതും എല്ലാം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഏട്ടന്റെ വോയിസ് അതൊന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗണേശേട്ടന്റെ പഴയ സിനിമയിലെ വോയിസ് ആണ്, പുതിയ വോയിസ് അല്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണ്. ചിലപ്പോ കയ്യിൽ നിന്ന് പോകും. ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ നാട്ടിൽ എനിക്ക് കളിയില്ല തോന്നുമ്പോഴാ ബോംബെയിലോട്ട് വണ്ടി കയറിയത്. നാട്ടിൽ അങ്ങനെ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആരുമില്ല. ആ പടം ഉള്ളതാണെങ്കിൽ ഒരു അമ്മാവനാ, അതാണെങ്കിൽ ഒരു അലന്ന കേസ്. ഉണ്ണിതാൻ ചേട്ടോ അല്ലി പറഞ്ഞപ്പോഴാ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ഒരു പാതാള കരണ്ടി ഒപ്പിച്ചെന്ന സംഗതി ഞാൻ എടുത്തു തരാം. ഒരു 10 തൊട്ടി വെള്ളത്തിൽ ഇപ്പൊ തന്നെ അങ്ങ് കുളിച്ചോ. പാതാള കരണ്ടിയാ മാടമ്പള്ളിയിൽ താക്കോലെടുക്കാൻ എന്തിനാ ദാസപ്പ പാതാള കരണ്ടി? മാടമ്പള്ളിയിൽ താക്കോലാ. അതൊക്കെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ KSRTC പിരിച്ചു വിട്ടേ ഉള്ള ജോലി അതിന് സാധ്യത ഉണ്ടായിരുന്നു. അവിടെ വെച്ചുകൂട്ടാ സെന്തിൽ, നമുക്കിനി മത്സരത്തിലേക്ക് പോയാലോ? ഈ ഓണക്കാലത്ത് അത് മറന്നുപോയി. കാര്യം 1 കോടി രൂപയുടെ മത്സരമാണ്. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് വരും അല്ലേ? വിജുകൂട്ട നേരത്തെ വന്നില്ലല്ലോ? ഇല്ല വന്നില്ല. അപ്പൊ നമുക്ക് ഇന്നൊരു കോടി അടിക്കണം. അന്ന് വരാൻ പറ്റതിന്റെ കേടുപാട് ഇന്ന് തീർക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം സാറേ. കുസൃതി ചോദ്യമാണ് ആദ്യത്തേത്. 10,000 രൂപയുടെ ചോദ്യം. അടിയിൽ വട്ടക്കിണ്ണം, മുകളിൽ പച്ചപ്പന്തൽ, അതെന്താണ്? അടിയിൽ വട്ടക്കിണ്ണം. അടിയിൽ വട്ടക്കിണ്ണം. ഇതൊരു പഴഞ്ചൊല്ലാണ് ശരിക്കും. എന്താണ് ചേട്ടാ? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പഴയ മനുഷ്യനാണോ പഴഞ്ചൊല്ല്? അതായത് എനിക്ക് തോന്നുന്നത് ഈ മണ്ണിന്റെ അടിയിലുള്ള എന്തോ സംഭവമാണ്. മുകളിൽ പച്ച പന്തൽ എന്ന് പറയുന്നത്. അപ്പൊ ചെടിയായിരിക്കും, ഇതായിരിക്കും മരച്ചി അല്ല, വട്ടക്കിണ്ണം വട്ട ചേനയായിരിക്കും. ചേന 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 ചേന. അയ്യോ ഇപ്പൊ ഒന്ന് സംശയിച്ചു. എനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു അല്ലേ? അല്ല മോളിൽ ഇങ്ങനെ പച്ചാന്ന് പറഞ്ഞപ്പോഴേ കാരണം 10,000 രൂപ കിട്ടിപ്പോയി. ഇനി 20,000 രൂപയുടെ ചോദ്യം. 20,000. ഇതാണ് സാറേ പറഞ്ഞ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന്. വളരെ സിമ്പിൾ അല്ലേ? അല്ലേ ബിജുകൂട്ടൻ പറഞ്ഞില്ലേ? ഓക്കെ, റെഡി? 20,000. ബിജുക്കുട്ടന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ സെന്തിലിന് ബിജുക്കുട്ടന്റെ പകുതിയായിരുന്നു പ്രായം. ബിജുക്കുട്ടന് ഇപ്പോൾ 64 വയസ്സാണെങ്കിൽ സെന്തിലിന്റെ പ്രായം എത്രയാണ്? അതായത് എനിക്കപ്പോ 6 വയസ്സായിരുന്നു. ബിജുക്കുട്ടന് ഇപ്പൊ 64 വയസ്സ്. അപ്പൊ എന്റെ ബിജുക്കുട്ടൻ എന്റെ പകുതി 64 പകുതി 32. ഇപ്പൊ എത്ര വയസ്സാ? 32 എനിക്ക്. ശരിയാണ്. 64 ആണെങ്കിൽ അല്ല 6 വയസ്സ് കുറച്ചാൽ മതി. അത് 6 വയസ്സായിരുന്നല്ലോ അവിടെ കുറവ്. 12 വയസ്സുള്ളപ്പോ എനിക്ക് പകുതിയാകുമ്പോ എനിക്ക് അതെ അതെ അല്ലല്ല 64 58. 58. KSRTC തുണ്ടൂർജന്റെ ഗുണം കണ്ടോ? 58 വയസ്സാണ്. ഓക്കെ, 20,000 രൂപ കിട്ടിപ്പോയി. ഇനി 30,000 രൂപയുടെ ചോദ്യം. 30,000. ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം, ശ്രദ്ധിക്കുക. ലിസൺ. ഓക്കെ, ഏത് മലയാള ഗാനത്തിന്റെ തുടക്കമാണിത്? പാതിരാ പുള്ളുണർന്നു പരൽ മുല്ലകാടുണർന്നു പാൽമുളം തണ്ടിലേ. ശരിയല്ലേ? ഉത്തരം ശരിയാണ്. അടി കപ്പിയാരെ കൂട്ടമണി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യം. 40,000. ഓക്കെ സാർ. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ്
അക്ഷരം ഏതാണ്? വൈ ആണോ? വൈ. Yes! വൈ. ശ്ശെ, ഞാൻ വേറെ. ചെറിയ മനുഷ്യനല്ലേ ആ, ഇത്? ചുവൻ. ഇതൊരു ചെറിയ മീനല്ല അല്ലേ? അല്ലല്ല, ചെറിയ മീനല്ല അവൻ. അല്ല. വലിയ മീനാ, Okay. തിമിംഗലം. 1,00,000 രൂപയുടെ ചോദ്യം അല്ലേ? 50,000. അടി. ഓക്കെ, അടി കപ്പിയാരെ. കൂട്ടമണി. Okay. അങ്ങോട്ട് നോക്കിയാൽ LED ഒരു ഇമേജ് കാണിച്ചു തരാം. ആ, ഓക്കെ, ഇനിയാണ് ചോദ്യം. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന മലയാള സിനിമാ ഗാനം ഏതാണ്? എനിക്കറിയാം. അറിയാം. ഏതാ പാട്ട് ഏതാ? ബിബി ചേട്ടൻ പറയാം. ആ, മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. കിന്നാരം അതറാ? അല്ല, മുത്തുച്ചിപ്പി കത്ത് അത്രയും മതിയല്ലോ. കിന്നാരം റെഡിയായില്ലേ? അത് റെഡിയായോ? ആ പാട്ടായിട്ട് പാടിക്കോട്ടെ. മുത്തുച്ചിപ്പി ആ, ഒന്ന് പോലൊരു നമുക്ക് പാടി നോക്കട്ടെ, എന്നാലേ എനിക്കൊന്നും താരതമ്യം ചെയ്യാൻ പറ്റും. ചിപ്പി പോലുള്ള കത്തിനുള്ളിൽ വന്നൊരു Correct ആണല്ലോ. അതാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഒരു കോടി വരെ ഇങ്ങനെ പോട്ടെ അല്ലേ? ഒന്നും പറയാനില്ല സാറേ. ഓക്കെ, ഇത് അവസാനം കൊണ്ടൊന്നും നമ്മളെ വെള്ളം കുടിപ്പിക്കാനുള്ള പരിപാടിയാണ്. കൊതിപ്പിച്ച് കൊച്ചില്ലാതാവും അല്ലേ? 60,000 അല്ല, കുളിപ്പിച്ചില്ലേ? പഴഞ്ചൊല്ല് മാറ്റാൻ പാടുണ്ടോ? അതെ. 60,000 രൂപയുടെ ചോദ്യം. പറയുമ്പോൾ ഒരക്ഷരം, എഴുതുമ്പോൾ 3 അക്ഷരം. ഇതില്ലാതെ നിങ്ങൾക്ക് എന്നെ കാണാനാകില്ല. എന്താണത്? പറയുമ്പോൾ ഒരക്ഷരം, എഴുതുമ്പോൾ 3 അക്ഷരം. ഐ. അതായത് ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഇ ഒ ഇ. ആ ഇത് ഇതില്ലാതെ വെച്ചാൽ കണ്ണില്ലാതെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ, ഐ ആണോ സാറേ? correct ആണ് സാർ. എനിക്കറിയാം പയ്യൻ പറയുമെന്ന്. ആള് മുടുക്കുക അല്ലേ? അപ്പൊ 60,000 രൂപയും കിട്ടി. 1 കോടി വരെ. ഇനി നമുക്ക് 70,000 രൂപയുടെ ചോദ്യം. 70,000. സെന്തിൽ ആൻഡ് ബിജുകുട്ടൻ, ചോദ്യം ഇതാണ്. 70,000 രൂപയുടെ ചോദ്യമാണ്. ഞാൻ നിങ്ങളുടെ അമ്മയുടെ സഹോദരന്റെ ഒരേ ഒരു അളിയനാണ്. നോട്ട് ദ പോയിന്റ്. ഞാൻ നിങ്ങളുടെ അമ്മയുടെ സഹോദരന്റെ ഒരേ ഒരു അളിയനാണ്. ആരാണ് ഞാൻ? ഞാൻ നിങ്ങളുടെ അമ്മയുടെ അനിയന്റെ അമ്മയുടെ സഹോദരന്റെ അനിയൻ, ഒരേ ഒരു അളിയൻ. അമ്മയുടെ അനിയൻ. അമ്മയുടെ അനിയന്റെ അളിയൻ അല്ലേ? ആ, അമ്മയുടെ അനിയൻ അതായത് അച്ഛൻ. അമ്മയുടെ നമ്മുടെ അച്ഛൻ. അമ്മാവൻ. അമ്മാവ അല്ല, അമ്മയുടെ ഒരു സഹോദരന്റെ അളിയൻ എന്ന് പറയുമ്പോ അമ്മയുടെ ഭർത്താവ്. അമ്മയുടെ ഭർത്താവ്. ആ, ആ അച്ഛൻ. അമ്മയുടെ ഭർത്താവ് എന്ന് പറയാൻ അച്ഛൻ. അച്ഛൻ ആയിരിക്കും അല്ലോ അല്ലേ? ഉത്തരം ശരിയാ. ഇതൊക്കെ PSC കാര് കുറേ കുറച്ച് കണ്ടതാ അല്ലേ? ആ, ഈ അടുത്ത് നിൽക്കുന്ന ഒരു മഹാപ്രതിഭയായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ബിജുക്കുട്ടൻ? സാറേ, അടുത്ത ചോദ്യം ചിലപ്പോ വീഴും. 70,000 കിട്ടി. 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 80,000. ദേശീയ പുരസ്കാരം ലഭിച്ച ഏത് മലയാള സിനിമയിലാണ് ജഗദീഷ് ശ്രീകുമാർ ചെയ്യാനിരുന്ന പോലീസ് വേഷം ചില തിരക്കുകൾ കാരണം സുരേഷ് ഗോപി ചെയ്തത്? മനു അങ്കിൾ. ആണോ? തെറ്റിയ പുറത്താവോ സാർ ഞങ്ങള്? പുറത്താവാം, തെറ്റിയില്ലെങ്കിൽ അകത്താവാം. മനു അങ്കിൾ പറഞ്ഞാലോ? അല്ല, എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല. നിനക്ക് മനു അങ്കിൾ ആണ്. സുരേഷ് ഗോപി എന്ന് പറയുമ്പോ മറ്റേ ഇത് സറണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേഷം മറ്റേ വെള്ളത്തിലൊക്കെ വീഴുന്ന. അത് കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഏട്ടൻ ഭയങ്കരമായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പോലീസ് ഒക്കെ വന്നത് അല്ലേ? എനിക്ക് തോന്നുന്നത് അതായിരിക്കും ചിലപ്പോ. മനു അങ്കിൾ പറഞ്ഞാലോ? പറയാം. ആ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ധൈര്യത്തിൽ അങ്ങ് പറയാം. ആണോ? പറയാല്ലേ? നീ പറഞ്ഞോളാ മോനെ. മനു എന്തോ വരട്ടെ. നമ്മള് പുറത്തായ എനിക്ക് എന്തായാലും ഒന്നും പറയാനില്ല. മനു അങ്കിൾ. മനു അങ്കിൾ. ഉത്തരം തെറ്റാണ് എന്ന് പറയുന്നില്ല. സാറെ പേടിപ്പിക്കില്ലേ? സത്യം പറഞ്ഞ എനിക്ക് എത്ര പൈസ ശരിക്കും? മനുവങ്കളൊക്കെ അല്ലെ എത്രയോ കാലത്തിന് മുമ്പ് അല്ലേ? പാട്ടൊക്കെ. ഓക്കെ. ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ഇനി നമ്മൾ GK ബേസ്ഡ് ആണ്, കുസൃതിയൊന്നുമില്ല. വെരി സീരിയസ്. അപ്പൊ പെടും. ഓക്കെ, റെഡി. പ്രശസ്ത നടൻ വിക്കി കൗശലിന്റെ പിതാവ് ശ്യാം കൗശൽ മലയാളത്തിൽ ആദ്യമായി സംഘടന സംവിധാനം നിർവഹിച്ച സിനിമ ഏതാണ്? ആക്ഷൻ കൊറിയോഗ്രാഫ്. പെട്ട്. ചാങ്കോ, നമ്മൾ പെട്ട്. ഇങ്ങനൊരാളുണ്ടോ? ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ? ഒരു കൗശൽ. നമുക്കൊരു കാര്യം ചെയ്യാം സാറേ, എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ലൈൻ ഉണ്ട്. 3 ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആരെ വേണം ആദ്യം? നമുക്ക് രസലയ കുമാർ, ഡോക്ടർ രസലയ കുമാർ വിളിച്ചോ. രസലയ കുമാർ, പ്ലീസ് കം. ഉള്ളത് കളയുന്ന തോന്നുന്നത്. ഇതാണ് പള്ളിച്ചൽ രസലയ കുമാർ. നിന്നെ ഞാൻ ഇവിടെ
നീ രസലേനാ സാറേ ഈ വാപ്പിളി പയൽ അവിടെ ഉള്ള എനിക്കറിയാം. പള്ളിച്ചല് ഇവൻ പള്ളിച്ചൽ അവിടെ മൃഗാശുപത്രിയിൽ കമ്പൗണ്ടർ ആയിട്ട് നിന്ന ചെറുക്കൻ ഇവൻ. നീ ഇപ്പൊ ഈ കോട്ട് എടുത്തിട്ട് നിന്റെ സർട്ടിഫിക്കറ്റ് കാണിരടാ. അതൊക്കെ പണ്ട് ഞാൻ ഇപ്പം MBBS ഒക്കെ എടുത്ത് വന്ന് നിൽക്കണം. നീ തുപ്പലോട്ടൊരു കൊട്ടടിച്ചെന്നുണ്ടല്ലോ നീ അണ്ണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഡാക്ടറാണ്. ഉള്ളത് കളയൂലേടാ അത്. തൂങ്ങളൊക്കെ തന്നെ ഇപ്പൊ എവിടെ താമസിക്കണം? ഞാൻ ഇവിടെ ഇടിച്ചക്കപ്പളാൻ ഇവിടുന്ന് മാറിയടാ. ഇപ്പൊ വെടിച്ചങ്കോലെ മറ്റേ കോവിലിന്റെ മേക്കെ ശാന്തമ്മക്കന്റെ വീട്ടിന്റെ താഴെ. അയ്യോ കുൽസിതാണ് മരിച്ചു ചെയ്യാ നിന്റെ മരിച്ചോടാ. അതിന്റെ മറ്റേ നമ്മളെ വസന്തേച്ചിയുടെ ഉടപ്പറന്നല്ലേ. സോറി സാറേ, ഞങ്ങളെ പെട്ടെന്ന് ഞങ്ങള് നാട്ടുകാരനെ ഇതാണ് സാറ് നേരത്തെ പറഞ്ഞില്ലേ ആ ഭാഷ. രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ നല്ല സൂപ്പറായി അല്ലേ? നമസ്കാരം. ഞാനിപ്പോ എന്ത് സഹായമാണ്? അതെ, ഒരു ഒറ്റ ചോദ്യം. പ്രശസ്ത നടൻ വിക്കി കൗശലിന്റെ പിതാവ് നമ്മുടെ ശ്യാം കൗശലില്ലേ, അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി സംഘടന സംവിധാനം നിർവഹിച്ച സിനിമ ഏതാണ്? അപ്പൊ നമ്മുടെ മത്സരാർത്ഥിയായ ബിജുക്കുട്ടൻ ചോദിക്കുന്നു, ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ? ഇത് നമ്മുടെ തമ്പി കണ്ണന്താനം സാറ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. ലാലേട്ടനാണ് ഈ സിനിമയിലെ ഹീറോ. ആ പാട്ടുള്ളതല്ലേ? അതിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. രാജൻ ബി വേവ് സാറിന്റെ കാർലോസ് എന്ന വില്ലൻ കഥാപാത്രം ഈ സിനിമയിലാണ്. മറ്റേ ഇന്ദ്രജാലം. നന്ദിയുണ്ട് കേട്ടാ. തള്ളേ പൊളിച്ച് സാറേ അളിയനോട് നിന്നോട്ടെ. അല്ല സാറോട് നിന്നോട്ടെ. ഒരുപാട് സന്തോഷം. വെള്ളക്കലൊക്കെ കുടിച്ചു സാറേ. അപ്പൊ ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് അവസാനമായി രചന നിർവഹിച്ച മലയാള സിനിമ ഏതാണ്? നമ്മള് സിനിമാക്കാരാണെന്ന് പറയുന്ന നാണക്കേടാവൂതെന്ന് സാറേ. ഇനി 2 ഓപ്ഷനും കൂടെ ഇല്ലേ സാറേ? 2 കൂടെ ഉണ്ട്. ആരെങ്കിലും ഒരാളെ വിളിക്കാം. നമുക്ക് കുട്ടേട്ടനെ വിളിക്കാം അല്ലേ? കുട്ടേട്ടാ. യെസ് ബോസ്. സെന്തിൽ കൃഷ്ണ ആൻഡ് ബിജുക്കുട്ടൻ, നിങ്ങളെ തീർച്ചയായും കുട്ടേട്ടൻ സഹായിക്കാം. വിശ്വാസം ഉണ്ട് നമുക്ക്. ഇതൊരു പ്രശസ്തമായ ഒരു പേരാണ്. ഈ പേരിൽ പല പരസ്യങ്ങളുമുണ്ട്. ഈ പേരിനോടൊപ്പം ഒരു വീടിന്റെ പേര് കൂടി ചേർത്താൽ ഈ സിനിമയുടെ പേരാകും. അരയന്നങ്ങളുടെ വീടാണോ? ഇന്നസെന്റ്, ലെന ഇവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. കൂടാതെ അനന്യയും ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഉത്തരം കുട്ടേട്ടൻ തന്നെ പറഞ്ഞു തരാം. തോംസൺ വില്ല. ഗൂഗിൾ പേ കൊടുക്കുമ്പോ വരുന്ന 450 രൂപ ഗൂഗിൾ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ട്. അപ്പൊ ഇനി നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 lakhs. ഗോവയിൽ നടക്കുന്ന ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? 1 കോടി സ്വപ്നം ഒളിഞ്ഞു സാറേ. ഇത്രയും നാളായി ഗോവയിൽ പോകണം ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പറ്റിയെങ്കിൽ നമുക്ക് അന്വേഷിക്കായിരുന്നു അല്ലേ? പക്ഷേ ബിജുക്കുട്ടനെ കാത്ത് അവിടുന്ന് ഒരു സ്റ്റേജ് പ്രോഗ്രാം വരും. അതെ, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഗവർണർ അവിടെ ഡയറക്ടർ ഇപ്പൊ പോയാൽ രാജ്ഭവനകത്ത് കയറി താമസിക്കാം. ഇനിയിപ്പോ PC രാജു ഉണ്ട് നമ്മുടെ ഹെൽപ്പ് ലൈൻ. വന്നേ പറ്റുള്ളൂ സാറേ. PC രാജു, ഹലോ. നമസ്കാരം. നമസ്കാരം രാജേട്ടാ. രാജേട്ടാ, ചെറിയൊരു പ്രശ്നം. നമ്മുടെ ബിജുക്കുട്ടനുണ്ട്, സെന്തിൽ കൃഷ്ണയുണ്ട്. നമസ്കാരം ചേട്ടാ. രാജേട്ടാ സഹായിക്കണം. അപ്പൊ ഗോവയിൽ നടക്കുന്ന ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആര് എന്നാണ് ചോദ്യം. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അയ്യോ സാർ, ഇതൊരു ഇത്തിരി പാടുള്ള ഒരു ചോദ്യമാണ്. ആയിക്കോട്ടെ, ഞാൻ ക്ലൂ പറഞ്ഞു തരാം. ഒരു ഇന്ത്യൻ സംവിധായകനും നടനും നിർമ്മാതാവുമാണ് അദ്ദേഹം. കിട്ടിയില്ല. പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര നടൻ ദേവാനന്ദിന്റെ സഹോദരിയുടെ മകനാണ്. കിട്ടിയില്ല. സാർ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും സാർ നല്ലത്. ആദ്യം പറഞ്ഞാ പോരായിരുന്നു. ശേഖർ കപൂർ ആണ് സാർ. ശരി, ശേഖർ കപൂർ. ഗംഭീരമായി അത് അല്ലേ? ഹിന്ദി സിനിമ അധികം കാണാറുണ്ട്. ഞാൻ പിന്നെ എല്ലാം കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. സാറേ ഇതിപ്പോ പുള്ളിയുടെ വാക്ക് അറം പറ്റി. ഒന്നും പറയാനില്ല. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 5 lakhs. ഒരു ഏകദിന മത്സരത്തിൽ ഇരട്ട സെഞ്ചുറിയും 5 വിക്കറ്റും നേടിയ ഏക വ്യക്തി ആരാണ്? 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 ഹെൽപ്പ് ലൈൻ അവസാനിച്ചു. ഏകദിന മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ 5 വിക്കറ്റും നേടിയിട്ട്
ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. 5 വിക്കറ്റ് നേടിയ ഇരട്ട സെഞ്ചുറി നേടിയതിൽ 5 വിക്കറ്റ് നേടിയിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പൊ രോഹിത് ശർമ്മ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുണ്ട്. സച്ചിൻ ബോൾ ചെയ്യണ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പോള നിലവാര അവലോകനം കൂടെ നടത്തട്ടെ. സാറേ, അതായത് ഇത് ശരിയായാൽ 10 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. 5 ശരിയായാൽ. ഇത് തെറ്റിപ്പോയാൽ നമ്മൾ 30,000 രൂപ കൊണ്ട് വീട്ടിലേക്ക് പോകും. പറഞ്ഞില്ലെങ്കിലോ? നമ്മളെ കിട്ടി ചെയ്താൽ നമ്മൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടും. നമ്മളിവിടെ വളരെ ബുദ്ധിപരമായ സത്യസന്ധത. ഇരട്ട സെഞ്ചുറി 5 വിക്കറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വിക്കറ്റ് എറിക്കുന്നതിന് മുന്നേ നമുക്ക് വിക്കറ്റ് വീഴാൻ നിൽക്കണ്ട, നമുക്ക് കിറ്റ് ചെയ്താലോ? കിട്ടുന്ന മാഞ്ച് ഓണത്തിന് വീട്ടിൽ പോവാം. അല്ലേ? അപ്പോ ഈ പരിപാടിയിൽ നിന്ന് സെന്തിൽ കൃഷ്ണയും ബിജു കുട്ടനും ഒന്നും പറയാനില്ല, പിൻവാങ്ങുന്നു. അപ്പൊ ഇനി ഒരു ഉത്തരവുണ്ട്. എന്താ സാറേ ഉത്തരം? അമേലിയക്കർ, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടപ്പാ. വനിതാ ക്രിക്കറ്റർ. അയലിനെതിരെയുള്ള കളിയിലാണ് 232 റൺസും 5 വിക്കറ്റും. ഓക്കെ. അപ്പൊ എന്തായാലും 1.5 ലക്ഷം രൂപ കയ്യിലുണ്ടോണമായിട്ട് നമുക്കൊരു പാട്ടൊക്കെ പാടി മനോഹരമായിട്ട് ചെക്ക് വാങ്ങി പോയല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെക്കൊക്കെ വാങ്ങിച്ച് ബിജുക്കുട്ടൻ ആൻഡ് സെന്തിൽ കൃഷ്ണ. അപ്പൊ സന്തോഷം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നന്നായിരിക്കട്ടെ. അടിച്ചു പൊളിക്കുക. ഇതാ വഴി. ഒന്നും പറയാനില്ല. ഇതാ വഴി. ഓണമായിട്ട് സെന്തിൽ കൃഷ്ണയും അതുപോലെ നമ്മുടെ ബിജുക്കുട്ടനും അടിച്ച് പൊളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നാണ്, നിങ്ങൾക്ക് വലിയൊരു ഊർജ്ജം പകരാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റു 2 മത്സരാർത്ഥികളുമായി ഇനി അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.